السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. وكم من فتى يمسي ويصبح لاهيا وقد نسجت أكفان وهو لا يدري. ആമുഖ ഭാഷണം നിർവഹിച്ച ഉദ്ഘാടന സംസാരത്തിൽ നമ്മോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ച ടി കെ നിഷാദ് സാഹിബ്, യോഗത്തിൻ്റെ അധ്യക്ഷൻ, സദസ്സിലും സ്റ്റേജിലുമൊക്കെയുള്ള വിശിഷ്ട വ്യക്തികളെ, അരീക്കാട് അങ്ങാടിയിലെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ നാട്ടുകാരെ, ഏതാനും മാസങ്ങളായി കേരളക്കരയാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രസക്തമായ ഒരു പ്രമേയത്തെ അടിസ്ഥാനമാക്കി കേരളക്കരയിലെ ഊർജ്ജസ്വലരായ യുവാക്കളുടെ സംഘടനയായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യുവജന വിഭാഗം സംഘടിപ്പിക്കുന്ന യുവജന സമ്മേളനം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി മാസം 10-നും 11-നും മലപ്പുറത്ത് നടക്കുമ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ യുവതി യുവാക്കളെ ക്ഷണിക്കുകയും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ആ വിഷയത്തിൽ ഒരു അവബോധമുണ്ടാക്കുകയും ചെയ്യലാണ് ഈ തസ്ഫിയ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഒരു സംസാരം ഇവിടെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയത്തിൻ്റെ ചെറിയ ചില സൂചനകൾ നൽകി നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന തൗഹീദിന്റെ അടിസ്ഥാന ഘടകം പഠിക്കാൻ, അല്ലാഹുവിലേക്ക് ആരാധനകളിലൂടെ പ്രാർത്ഥനകളിലൂടെ മുന്നിട്ട് വരാൻ, അല്ലാഹുവല്ലാത്ത വ്യക്തികളെ, ശക്തികളെ, കേന്ദ്രങ്ങളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൽ നിന്ന് ചിന്തകളോടെ ബോധത്തോടെ തിരിച്ചു വരാൻ
അള്ളാഹു നമുക്കൊക്കെ മഹാസന്മനസ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങാടിയിലെ നൂറുകണക്കിന് മനുഷ്യർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സ്വന്തം തിരക്കുകളിലാണ്. ഒരു സിഗ്നലിലെ 30 സെക്കൻഡ് സമയം പോലും ക്ഷമയോടെ നിൽക്കാൻ കഴിയാത്ത അത്ര അസ്വസ്ഥതയിലാണ്. ഒരു പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ചെറിയ സമയം പോലും അവന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്യൂവിൽ പോയി നിൽക്കാൻ പോലും ക്ഷമയില്ലാത്ത അവസ്ഥയാണ്. ഒരു കടയിൽ ഒരല്പസമയത്തേക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക അസ്വസ്ഥമായ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ഇസ്ലാം അവരെ പഠിപ്പിക്കുന്ന, മനുഷ്യരെ, നിങ്ങൾ ഈ ലോകത്ത് എന്തൊക്കെ ടെക്നോളജിയും സെറ്റപ്പുകളും സംവിധാനങ്ങളും കൊണ്ടുവന്നാലും ഇതിനെ വിളിക്കുന്ന പേര് ദുനിയ എന്നാണ്. ഈ ദുനിയാവ്, ഈ ലോകം, ഈ ഭൗതികമായ ലോകം നശിക്കുന്ന ലോകമാണ്, വഞ്ചനയുടെ ലോകമാണ്. ഏത് സമയത്തും നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങേണ്ടവരാണ്. അതുകൊണ്ടാണ് ലോകത്ത് വന്ന സകല മനുഷ്യന്മാരോടുമായി വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും എല്ലാം തീരുന്നതാണ്. അല്ലാഹുവിന്റെ വജ്ഹല്ലാത്ത മറ്റെല്ലാം ഇവിടുന്ന് അവസാനിക്കുന്നതാണ്. മനുഷ്യർ അവസാനിക്കുന്നതാണ്. സൂര്യൻ നശിക്കുന്നതാണ്, ചന്ദ്രൻ നശിക്കുന്നതാണ്. ISRO അടക്കമുള്ള ഗവേഷണ വിദഗ്ധന്മാർ കണ്ടെത്തിയ പുതിയ ശാസ്ത്രീയ സത്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയിറത് വഇദൽ ഇശാറു ഉത്ലത് വഇദൽ വുഹൂഷു ഹുശിറത്. സൂര്യന് വരുന്ന മാറ്റം, അത് ചുരുട്ടിക്കൂട്ടപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. ആകാശലോകത്തുള്ള എണ്ണമറ്റ നക്ഷത്രങ്ങൾ താഴേക്ക് ഉതിർന്നു വീഴുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ ദുനിയാവിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ വിഭവമല്ലാതെ ഈ ദുനിയാവ് മറ്റൊന്നുമല്ല. ഏത് സമയത്തും അവസാനിക്കാം. മനുഷ്യൻ എത്ര വലിയ വിദ്യാസമ്പന്നയായാലും, ഒരുപാട് സമ്പത്തിന്റെ കൂമ്പാരക്കണക്കിന് ശേഖരണമുള്ള മനുഷ്യനാണെങ്കിലും, അവസാനം അവന്റെ ശ്വാസം ഒന്ന് നിലച്ചാൽ കഴിഞ്ഞു അവന്റെ ലോകത്ത്. ഈ ദുനിയാവിന്റെ ജീവിതം കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കാൻ കഴിയില്ല. അവനെയും കൊണ്ടുപോയി അടക്കം ചെയ്തേ പറ്റൂ. മനുഷ്യൻ ആലോചിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ, നീ ഒന്ന് ആലോചിക്കണം കേട്ടോ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നീ എന്തൊക്കെയാണെങ്കിലും ആരൊക്കെയായാലും നാളെ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയൂല. നമ്മൾ കണക്ക് കൂട്ടും, വിചാരിക്കും, പ്രതീക്ഷിക്കും, പ്ലാൻ ചെയ്യും. പക്ഷേ നാളെ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നടക്കുമോ? വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചുകൊണ്ടാണ് നീ മരിക്കുക എന്ന കാര്യവും നിനക്കറിയാൻ കഴിയൂല. ഒരു പക്ഷേ ദിനേന നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമായിരിക്കാം നമ്മുടെ മരണത്തിന്റെ അവസാനത്തെ ഒരു കാരണം. നമ്മൾ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റോഡിലായിരിക്കാം, ഒരു ക്രോസിംഗിലായിരിക്കാം നമ്മുടെ മരണം. വീടിന്റെ കസേരയിൽ വളരെ ആശ്വാസത്തോടെ ഇരിക്കുന്ന ഒരു വേളയിലായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നതോ നമ്മുടെ നിത്യജീവിതത്തിലുള്ള വസ്തുക്കളോ നമ്മുടെ മരണത്തിന്റെ കാരണമാകാൻ സാധ്യതകളുണ്ട്. പക്ഷേ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയൂല, ഓടി ഒളിക്കാൻ കഴിയൂല. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു ഘടകം. നീ ഏത് കോട്ടയുടെ ഉള്ളിൽ ഒളിച്ചാലും നിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ നീ അവിടെ മരിച്ചിരിക്കും. ഇന്ന് രാത്രി 10 മണിക്ക് മരിക്കാനുള്ള വിധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ 10:01 അവൻ അതാകില്ല.
9:59 അത് നടക്കില്ല കൃത്യസമയത്ത്. ഖുലില്ല ഖുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും ثم إلى ربكم ترجعون. മരണത്തിന്റെ മാലാഖ മനുഷ്യന്റെ സമയമെത്തിയാൽ, അവധിയെത്തിയാൽ അവനെ ഏറ്റെടുക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക്, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് അവനെ മടക്കി കൊണ്ടുപോകുന്നതാണ്. വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം നമ്മളെ അത് പഠിപ്പിക്കുന്നു. മനുഷ്യൻ ആലോചിക്കേണ്ടത്, ഞാൻ എൻ്റെ ആ കാലം കഴിഞ്ഞ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ എൻ്റെ ജീവിത ചരിത്രത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവണം. എന്റെ നമസ്കാരം എനിക്ക് മാറ്റിവെക്കാൻ കഴിയൂല. എന്റെ കുടുംബജീവിതം എനിക്ക് നിസ്സാരമായി കാണാൻ കഴിയൂല. എന്റെ കച്ചവടത്തിൽ എനിക്ക് ഹക്കും ബാത്തിലും ഉണ്ടാകണം. എന്റെ വേഷവിധാനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകന്റെ അനുയായികൾ എന്ന നിലക്കുള്ള സുന്നത്തുകളെ പാലിക്കുന്നവനാകണം. ഞാൻ ലഹരി കച്ചവടക്കാരനാകൂല, ഞാൻ സിഗരറ്റ് വലിക്കാരനാകൂല, ഞാൻ എൻ്റെ കടയിൽ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കൂല. എന്തുകൊണ്ടാണ്? കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. MDM മാത്രമല്ല, അതുപോലെ രാസവസ്തുക്കൾ മാത്രമല്ല, മദ്യം മാത്രമല്ല, എല്ലാതരം ലഹരികളും നമുക്ക് പറ്റാത്ത സാധനങ്ങളാണെങ്കിൽ അരീക്കാട് അങ്ങാടിയിലെ കച്ചവടക്കാരെ, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നമ്മുടെ കടയിൽ അത്തരം ഉൽപ്പന്നങ്ങൾ, ഹാൻസ് ആവട്ടെ, പാമ്പരാഗാവട്ടെ, സിഗരറ്റുകളാവട്ടെ, നമുക്ക് വിൽക്കാൻ കഴിയൂല. എന്തുകൊണ്ടാ? നമ്മൾ ഒരു മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി ജീവിക്കേണ്ടവരാണ്. എന്തിനെ അടിസ്ഥാനമാക്കി ജീവിക്കണം? നമ്മൾ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? താൻ ഓരോരുത്തരും തനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കാം. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, അത് നാശത്തിന്റെ അടയാളമാണ്. ഹവയെ പിൻപറ്റുക എന്നത് നാശത്തിന്റെ വഴികേടിന്റെ അടയാളമാണ്. പിന്നെ നമ്മൾ എന്താ പിൻപറ്റുക? നാട്ടിലെ ജനങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന ഭൂരിഭാഗം നോക്കിയിട്ടാണോ? ഭൂരിഭാഗം ആളുകൾക്ക് പല പിഴവുകളും വരാം, അത് സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ എൻ്റെ ബാപ്പ കാരണോമാരൊക്കെ പണ്ട് എന്തൊക്കെ ചെയ്തു വെച്ചു, അവർ വിവരമുള്ളതാണോ വിവരമില്ലാത്തതാണോ, അറിഞ്ഞാണോ അറിയാത്തതാണോ, അതൊക്കെ അതുപോലെ അപ്പടി അനുകരിക്കലാണോ നമ്മുടെ ഗുണം? അല്ല. വേദഗ്രന്ഥമായ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരുടെ സന്ദേശമായിക്കൊണ്ട് അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തെളിയിച്ച് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഹുദല്ലിന്നാസ്, ഇത് മനുഷ്യർക്കുള്ള സന്മാർഗ ഗ്രന്ഥമാണ്. മനുഷ്യർ ജീവിക്കേണ്ടത് വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഹുദയുടെ അടിസ്ഥാനത്തിലാണ്. ഹുദല്ലിന്നാസി വമൗഇദത്തുൽ ലിൽമുത്തഖീൻ, പാലിക്കുന്ന ആളുകൾക്ക് വലിയ ഉപദേശമാണ് ഈ വേദഗ്രന്ഥം. എല്ലാ മനുഷ്യർക്കുമുള്ള, എല്ലാവർക്കും വായിച്ച് തുറന്ന് പഠിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ ജീവിതഘട്ടം മുതൽ മരണം വരെ, മരണാനന്തരം വരെ നടക്കാനിരിക്കുന്ന സകല കാര്യങ്ങളെയും ക്രോഡീകരിച്ച ആ സന്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കലാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം. അതിലേക്ക് അവൻ വരണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഒരുപാട് അസാൻമാർഗികതകൾക്ക് സ്ഥാനം കൂടും. ഏത് വേണ്ടാത്ത കാര്യങ്ങളുടെ മുമ്പിലും അവന് നാണം തോന്നില്ല. അവനെ നിയന്ത്രിക്കാൻ സമൂഹത്തിന് കഴിയില്ല. ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ചെയ്യും. ചോദിക്കാൻ നീ ആരാണെന്ന് അവൻ ചോദിക്കും. ഇവിടെയാണ് ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശത്തിലൂടെ വേദഗ്രന്ഥങ്ങൾ തുറന്ന് പഠിക്കാൻ പറഞ്ഞു. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനോട് പോലും പറഞ്ഞു, നമ്മുടെ പിതാവായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആ സ്വർഗത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ഘട്ടത്തിൽ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് ദുനിയാവിലേക്ക്, ഭൂമിയിലേക്ക് സന്മാർഗം വരും. ഫമൻ തബിഅ ഹുദായ, ആരാണോ ആ സന്മാർഗം പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പേടിക്കേണ്ടി വരൂല, അവർക്ക് സങ്കടപ്പെടേണ്ടി വരൂല, അവർക്ക് ജീവിതത്തിൽ മനോദുഃഖങ്ങളോടുകൂടെ ജീവിക്കേണ്ടുന്ന ആത്മഹത്യ ചെയ്യേണ്ടി വരൂല, അവർ ജീവിതത്തിന്റെ മഹാപകടങ്ങളിൽ അവർ വീഴൂല, അവർ ജീവിതത്തിന്റെ നൈരാശ്യഘട്ടങ്ങളോടെ കടന്നു പോകുന്ന ജീവിതമായി മാറൂല. എപ്പോഴാ? ദൈവിക വചനങ്ങളെ, സന്മാർഗത്തെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾക്ക്. ആ ഹുദയെ കുറിച്ചാണ് ഖുർആനിന്റെ അൽ ബഖറ സൂറത്തിലും പറഞ്ഞത്, ദാലിക്കൽ കിതാബ്, അവസാന
അവസാനത്തെ വേദഗ്രന്ഥം പറഞ്ഞു. ആ കിതാബുണ്ടല്ലോ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. സന്മാർഗികളായ തഖ്വ പാലിക്കുന്നവർക്കുള്ള യഥാർത്ഥ സന്മാർഗ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. അത് മുറുകെ പിടിക്കാൻ, അതിലുള്ള നിയമങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ യുവാക്കളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ജീവിത വിശുദ്ധ രംഗമാക്കാനും എല്ലാ രംഗത്തും ഒരു അച്ചടക്കമുള്ള മനുഷ്യനായി മാറാനും, ജനങ്ങളെ ദ്രോഹിക്കാത്ത, ജനങ്ങളെ ഉപദ്രവിക്കാത്ത, നാട്ടുകാർക്ക് ശല്യമായി ജനങ്ങൾക്കും അതുപോലെ നിയമസംരക്ഷകന്മാരായ ആളുകൾക്കുമൊക്കെ ഒരു വലിയ ഭാരിച്ച വലിയ കുറ്റവാളികളായി മാറുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കാൻ ഈ സന്മാർഗ ഗ്രന്ഥത്തിന് സാധിക്കും. മാത്രമല്ല, ആ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ ഘടകമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കലാണ് മനുഷ്യ ഒന്നാമത്തെ കടമ. നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് വരച്ച് കാണിച്ചു തന്ന ദൈവിക ഗ്രന്ഥമാണ് ഖുർആൻ. അവിടെ പറയാ, ആദ്യത്തെ പണി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കലാണ്. അതെവിടെയാ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ. ആദ്യമായി മനുഷ്യരെ എന്ന് വിളിച്ചൊരു കാര്യം കൽപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. ഒന്നാമത്തെ കൽപ്പന സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ്. എല്ലാ മനുഷ്യർക്കും ബാധകമായ നിർദ്ദേശമാണ് ഇനി പറയാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ 20-ലേറെ സ്ഥലത്ത് വിളിച്ചു സംസാരിച്ചത് മുസ്ലിമീങ്ങളെ, അറബികളെ, മക്കക്കാരെ എന്നല്ല, മനുഷ്യരെ മനുഷ്യരെ എന്ന് വിളിച്ചാ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ആരെയാ ആരാധിക്കേണ്ടത്? ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വല്ലദീന മിൻ ഖബ്ലിക്കും, അതുപോലെ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ചവൻ ആരാണോ അവനെയാ നിങ്ങൾ ആരാധിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, എങ്കിൽ നിങ്ങൾ നല്ല ഭക്തന്മാരായി മാറിയേക്കാം. എന്നിട്ട് ഖുർആനിന്റെ അടുത്ത ആയത്ത് ആദ്യമായി ഒരു കാര്യം അരുതേ, പാടില്ല എന്ന് പറഞ്ഞത് 2-ാമത്തെ തൊട്ടടുത്ത ആയത്ത്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിന് ഒരിക്കലും സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹുവിനെ ആരാധിക്കുന്ന പോലെ മറ്റുള്ളവരെ നിങ്ങൾ ആരാധിക്കരുത്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ മറ്റുള്ളവരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹുവോടൊപ്പം മറ്റൊരു ആരാധ്യ വസ്തുക്കൾ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ, മരങ്ങളോ കല്ലുകളോ എന്തേത് വസ്തുക്കളാവട്ടെ, ഒരു ആരാധ്യ വസ്തുവും നിനക്കുണ്ടാകരുത്. അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നീ അതിന്റെ ആളായി മാറരുത്. ഇത് പ്രഖ്യാപിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞു. ഇത് പറയാനാണ് ലോകത്തെ അമ്പിയാക്കന്മാര് മുഴുവൻ കടന്നു വന്നത്. 1.25 ലക്ഷം വരുന്ന മഹത്തുക്കളായ പ്രവാചക വര്യന്മാര് ലോകത്തോട് പഠിപ്പിച്ചത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ, എല്ലാ സമുദായങ്ങളിലേക്കും ദൈവദൂതന്മാരെ പറഞ്ഞയച്ചു. എന്ത് പറയാനാ? അവിടെ പല നിലക്കുമുള്ള അസാൻമാർഗിക പ്രശ്നങ്ങളുണ്ട്. മദ്യപാനമുണ്ടാകാം, പലിശയുണ്ടാകാം, ചൂതാട്ടമുണ്ടാകാം, വ്യഭിചാരമുണ്ടാകാം, കൊള്ളയും കൊലയും നടക്കുന്നുണ്ടാകാം. എല്ലാവരോടും ഏറ്റവും പ്രാമുഖ്യത്തോടെ പറഞ്ഞിരിക്കുന്നത് അൻഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്നാണ്. വജ്തനിബുത് ത്വാഗൂത്ത്, ദൈവേതര ശക്തികളായതിനെ ആരാധിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. ഇത് പറയാനാണ് ലോകത്തെ എല്ലാ ഉമ്മത്തിലേക്കും നബിമാരെ പറഞ്ഞയച്ചത്. ആ ഉത്തരവാദിത്തം പ്രവാചകന്മാർ ഏറ്റെടുത്തു. അവർ കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. ആദം നബി അലൈഹിസ്സലാം മുതലുള്ള 10 തലമുറ, അശ്റത്ത് ഖുറൂൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ആ 10 തലമുറ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവരായിരുന്നു. ആദ്യ തലമുറയിൽ മനുഷ്യന്മാര് തുടങ്ങിയിട്ടുള്ളൂ. പിന്നീട് നൂഹ് എന്ന് പറയുന്ന പ്രവാചകരുടെ കാലഘട്ടം വരികയാണ്. അന്ന് ശൈത്താൻ അവിടെ ഇടപെട്ടുകൊണ്ട് അവരോട് ഓർമ്മപ്പെടുത്തുന്നതും ബോധ്യപ്പെടുത്തുന്നതും ചില മഹാന്മാരുടെ പേരിട്ട് കൊടുത്തു.
അവർ ഇരുന്ന സ്ഥലങ്ങൾ, അവരുടേതായ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ഒന്ന് കെട്ടി ഉയർത്താൻ അവരോട് ആവശ്യപ്പെട്ടു. പതുക്കെ പതുക്കെ അവിടെ എടുപ്പുണ്ടാക്കി. പിന്നീട് പതുക്കെ അവിടെ ആളുകൾ സ്നേഹാദരവുകളോടെ ഇരിക്കാൻ തുടങ്ങി. അടുത്ത തലമുറകൾ വരുമ്പോഴത്തേക്ക് ആ നല്ല മനുഷ്യന്മാരുടെ പേരിൽ അവിടെ ആരാധനകൾ അർപ്പിക്കാൻ തുടങ്ങി. ആരാണവർ? വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്റാ. 5 മഹാന്മാരാണ്. ഖുർആൻ വായിച്ചു നോക്ക്. ആർക്കും, ഈ അങ്ങാടിയിലെ ഏതൊരാൾക്കും ഇഷ്ടമുള്ള പരിഭാഷകൾ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിൻ്റെതായിക്കോട്ടെ, ഇമ്പിച്ചിക്കോയ തങ്ങളുടേതാവട്ടെ, KVM ബന്താവൂരിന്റെ ആവട്ടെ, ഒന്ന് തുറന്നു വെച്ചൊന്ന് സൂറത്തു നൂഹിന്റെ അർത്ഥം വായിച്ചു നോക്ക്. ഒരു പ്രവാചകൻ 950 കൊല്ലക്കാലം ആയുസ് ലഭിച്ച ഒരു നബി രാവും പകലുമില്ലാതെ സംസാരിച്ചത് എന്തായിരുന്നു? ജനങ്ങളെ എന്ന് പറഞ്ഞ് ക്ഷണിച്ചത് എന്തിലേക്കായിരുന്നു? എന്തു പറയാനായിരുന്നു ആ രാപ്പകലുകൾ അദ്ദേഹം ക്രമീകരിച്ചത്? അവിടെയാ പറയുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾ വദ്ദിനെയും സുവാഇനെയും യഗൂസ് യഊഖ് നസ്ർ പോലെയുള്ള ഈ മഹാന്മാരായ നല്ല മനുഷ്യന്മാരെ നിങ്ങൾ ആരാധിക്കരുത്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് നേരിട്ട് പശ്ചാത്തപിച്ച് മടങ്ങണം. തെറ്റുകളിൽ നിന്നെല്ലാം നിങ്ങൾ മടങ്ങി അല്ലാഹുവിലേക്ക് വരണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇസ്തിഗ്ഫാർ ചെയ്താൽ ആകാശലോകത്ത് നിന്ന് മഴ നിങ്ങൾക്ക് ലഭിക്കും, സമ്പത്തും സന്താനങ്ങളും ഒക്കെ ലഭിക്കുന്ന നേട്ടമൊക്കെ പറഞ്ഞിട്ട് ആ പ്രവാചകർ ചോദിക്കുന്ന ചോദ്യമാണ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നിങ്ങളെന്താ മഹാന്മാർക്കാണോ വലിയ സ്ഥാനം? അല്ലാഹുവിനെന്താ നിങ്ങൾ ഒരു ഗാംഭീര്യം കൊടുക്കാത്തത്? ഈ ചോദ്യം നമ്മുടെ നാട്ടിൽ പ്രസക്തിയില്ലേ? ഈ ചോദ്യത്തിന് അരീക്കാടങ്ങാടിയിൽ പ്രസക്തിയില്ലേ? ഉണ്ടല്ലോ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നിങ്ങൾ എന്താണ് അല്ലാഹുവിനൊരു ഗാംഭീര്യം കാണാത്തത്? നൂഹ് നബിയുടെ ചോദ്യമാണ്. പറഞ്ഞിട്ടും തലയിൽ കയറാതെ, ബോധം തെളിയാതെ ആ മനുഷ്യന്മാര് ഈ മഹാന്മാരെ ആരാധിച്ച് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ നൂഹ് നബി അവരോട് എതിർത്ത് തൗഹീദിന്റെ സംസാരങ്ങളുമായി കൊല്ലങ്ങൾ കടന്നുപോയിട്ടോ അവസാനം ഒരു രക്ഷയുമില്ല. ഇവരുടെ നേതാക്കന്മാർ വന്നു. മറുഭാഗത്ത് പ്രവാചകന്മാരുടെ ശത്രുക്കളായി മാറി ആ ജനവിഭാഗം വന്നിട്ട് പറഞ്ഞു, നൂഹ് പലതും പറയും, അതൊക്കെ പുത്തൻവാദമാണ്, അത് ബിദ്അത്തിന്റെ വാദങ്ങളാണ്, അതൊന്നും നമ്മൾ സ്വീകരിക്കണ്ട. അവരോട് പറഞ്ഞു, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാആ. ജനങ്ങളെ, നൂഹ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നമ്മുടെ ആരാധ്യന്മാരെ ഒഴിവാക്കണ്ട കേട്ടോ. നിങ്ങൾ വദ്ദിനെയും സുവാഇനെയും ഒന്നും ഒഴിവാക്കണ്ട കേട്ടോ. അത് പലതും പറയുമെന്ന് പറഞ്ഞ് വീണ്ടും ജനങ്ങളെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഒരു പ്രവാചകന്റെ ദൗത്യം അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അവസാനം പ്രളയത്തിൽ നശിപ്പിക്കപ്പെടുന്നത് ഏത് ഖൗമിനെയാണെന്ന് ആലോചിച്ച് നോക്കി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാ? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ. അല്ലാഹുവിന്റെ ഉറ്റ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖലീലുല്ലാഹ് തന്റെ പിതാവിനോട് ചോദിച്ചു, അല്ല വാപ്പാ, നിങ്ങൾ ഈ സാധനങ്ങൾ ഇങ്ങനെ പല കോലത്തിൽ പല രൂപങ്ങളും പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ അതിനെ ആരാധിക്കുന്നുണ്ടല്ലോ, അതിനെ പൂജിക്കുന്നുണ്ടല്ലോ, അതിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഇത് ജനങ്ങൾക്ക് ഇത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഏതാ ചോദ്യം? യാ അബതി, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ പൊന്നു പിതാവേ. സ്നേഹവാത്സല്യത്തിന്റെ വിളിയാണ് മകൻ വിളിക്കുന്നത്. ചോദ്യം ഇതാണ്, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അല്ല ഉപ്പാ, നിങ്ങൾ എന്തിനെയാ ആരാധിക്കുന്നത്? ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത വസ്തുക്കളെ എന്തിനാ ബാപ്പ ആരാധിക്കുന്നത്? ഒരു ചോദ്യമാണത്. ആരാധ്യ വസ്തുക്കളുടെ ലിസ്റ്റിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയോ മനുഷ്യർ വലിയ ഭക്തി പുരസ്സരം ആചരിക്കുമ്പോൾ ആ പ്രവാചകന്റെ ചോദ്യം ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ്. എന്തേ കാരണം? വഹീന്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യങ്ങൾ.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകത്വം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? അവർക്കും ചില മഹാന്മാരുണ്ടായിരുന്നു, അവർക്കും ചില പോരാളികൾ ഉണ്ടായിരുന്നു. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സാ വമനാത സാലിസതൽ ഉഖറാ അലകുമുദ് ദകറു വലഹുൽ ഉൻസാ. അവർക്ക് ലാത്തയുണ്ടായിരുന്നു, ഉസ്സയുണ്ടായിരുന്നു. ഞാൻ ആയത്തിലെ ആ പേരുകൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. ലാത്തയുണ്ടായിരുന്നു, ഉസ്സയുണ്ടായിരുന്നു, അവർക്ക് മനാത്തയുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ പറയാനും അവരുടെ ബർക്കത്തെടുക്കാനും അവർക്ക് പോരിശയായി കാണാനും ഏറെ അവരുടെ മതപരമായ കാര്യങ്ങളെ പോലെ അവർ കൊണ്ടു നടന്നിരുന്ന ആരാധ്യ വസ്തുക്കളായി മാറിയപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു, നിങ്ങൾ ഏകനായ, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത ഏകനായ സൃഷ്ടാവിലേക്ക് വരണം. ബാക്കിയുള്ളതെല്ലാം നശിക്കും. അവരുറങ്ങും, അവർക്ക് രോഗം വരും, അവർ ക്ഷീണിക്കും, അവർ മരിക്കും. സ്വന്തം ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാതെ എത്ര മഹത്തുക്കളാ പ്രവാചകന്മാര് പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞില്ലേ. ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ട കുല്ലും മിനസ് സാലിഹീൻ, പ്രവാചകന്മാര് വലിയ സാലിഹീങ്ങളാണ്. വകുല്ലം ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ, അല്ലാഹു ശ്രേഷ്ഠത കൊടുത്ത മഹാന്മാരാണ്, സ്വർഗം നേടാനുള്ള ക്വാളിറ്റി നേടിയെടുത്തവരാണ്. എന്നിട്ട് അവര് പോലും ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് പോലും മരണമുണ്ട്. ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഹയ്യം വബാഖിയാ. വല്ലാത്തൊരു ചോദ്യം അറബികൾ ചോദിക്കുക. ഈ ദുനിയാവിൽ ഒരാൾക്ക് മരിക്കാതെ ജീവിക്കാൻ അവസരം കിട്ടുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഹയ്യം വബാഖിയാ. മദീനയുടെ വിരിമാറിൽ ആയിഷ ബീവിയുടെ മാറത്ത് തട്ടി അവസാന നിമിഷങ്ങൾ അലങ്കരിച്ച് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ശറഫാക്കപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ, മരിക്കുമായിരുന്നില്ലല്ലോ. ആ പ്രവാചകർ പോലും ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരും അതുപോലെ ഇവിടുന്ന് പോകും. അവരെയൊന്നും ആരാധിക്കാൻ പറ്റൂല എന്ന് മാത്രാണോ? ഏറ്റവും കൂടുതൽ തവണ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ പോലും പഠിപ്പിച്ചു ആരാണ് ലോകത്തിന്റെ നിയന്താവ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏത് പള്ളിയിലത് പറയാത്ത? ഏത് വ്യക്തിയാണ് മനസ്സിൽ സൂക്ഷിക്കാത്ത ഈ വാക്ക്? ലോകത്തിന്റെ റബ്ബ് അവനാണ്, അല്ലാഹുവിനാണ് സർവസ്തുതി. റഹ്മാനാണ് അവൻ, റഹീമാണ് അവൻ, മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണവൻ. ഇതൊക്കെ ആർക്കാ ഈ ഗുണങ്ങൾ ആർക്കാ ഉള്ളത്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇത് പ്രഖ്യാപിക്കുന്നവരാ നമ്മൾ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തേതാ? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയിൽ എന്താ പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. കാണാതെ ചെറുപ്രായത്തിൽ പഠിച്ചവരാ നമ്മൾ. ദിവസവും ചുരുങ്ങിയത് 8 തവണ സുന്നത്തായി നബി തങ്ങൾ ചൊല്ലാൻ പറഞ്ഞ ഫർദ് നമസ്കാരത്തിന്റെ ശേഷം രാവിലെ, വൈകുന്നേരത്ത്, ഉറങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മൾ ആവർത്തിച്ച് മനസ്സിൽ കുറിക്കുന്ന ഒരു വാക്കാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഏകനായ അല്ലാഹുവല്ലാതെ ഒരാരാധ്യനില്ല. ആകാശങ്ങളെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ശക്തി, ഭൂമിയെ ശക്തമായ അവസ്ഥയിൽ മനുഷ്യന് പാകപ്പെടുത്തി കൊടുത്ത ശക്തി, ഈ മനുഷ്യരുടെ ശ്വാസോച്ഛ്വാസങ്ങളെ നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ എല്ലാമായ സർവേശ്വരനായ അല്ലാഹുവിനല്ലാതെ ആരാധനകളില്ല, അവനല്ലാതെ ആരാധ്യനില്ല. എന്ത് ഗുണമാ ഉള്ളത്? അൽ ഹയ്യുൽ ഖയ്യൂം, എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹ്. ഖയ്യൂം, സർവ നിയന്താവാണല്ലാഹ്. ലാ തഖുദുഹു സിനതും വലാ നൗം, ഉറക്കമില്ല, മയക്കമില്ല. ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അവനുള്ളതാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മൾ ഈ ആയത്തുകളൊക്കെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ ദയനീയാവസ്ഥയെ നമ്മളൊന്ന് മനസ്സിനകത്തൊന്ന് എഴുതി വെച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ലോകം നിയന്ത്രിക്കുന്നത്, പണ്ട് കാലത്ത് ഷിയാക്കൾക്കൊരു വാദമുണ്ടായിരുന്നു. ഷിയാക്കൾ പറഞ്ഞു, ലോകത്തിൻ്റെ ഖുതുബ് അച്യുതണ്ട് എന്ന് വിളിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷിയാക്കൾ പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞപ്പോൾ ഷിയാക്കൾ പറഞ്ഞു, ഇപ്പോൾ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അലിയാർ തങ്ങളാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ബറേൽവികളും സൂഫികളും ഒക്കെ നമ്മുടെ നാടിന്റെ തീരങ്ങളിൽ വന്ന് സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞു? അതൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഔലിയാക്കളാണ്. അള്ളാഹുവിന്റെ പവർ എവിടെ പോയി? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലൽ അർളി, ആകാശലോകത്തുനിന്ന് ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവനാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, സർവ്വാധിപത്യങ്ങളും ഉള്ളത് അവന്റെ കരങ്ങളിലാണ്. പിന്നെങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന പ്രദേശത്ത് ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന ഒരു 35 കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരു മനുഷ്യനാണ് ഇപ്പോഴും ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പച്ച മലയാളത്തിൽ കേരളക്കരയിലൂടെ പ്രസംഗിച്ച് നടന്നിട്ട് അരീക്കാടങ്ങാടിയിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ അത് ശരിയല്ല, അത് വലിയ അബദ്ധമായെന്ന് പറയാൻ ആരെങ്കിലും ധൈര്യം കാണിക്കുന്നുണ്ടോ? എന്താ പേടി? ഒരു മനുഷ്യരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നോ? ആ CM മടവൂർ എന്ന ഒരു മനുഷ്യൻ ഒന്ന് ഉറങ്ങിപ്പോയാൽ ആകാശലോകത്തെ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടിപ്പോകുമെന്നാ പ്രസംഗിച്ചത്. നിങ്ങൾക്ക് എന്ത് ദുരിതങ്ങളും പ്രയാസങ്ങളുണ്ടോ അതൊക്കെ CM മടവൂരിനോട് പറഞ്ഞാൽ മതി. എല്ലാം അങ്ങ് പകുത്തു കൊടുക്കുകയാണ്. ഞാൻ വിശദീകരിക്കണില്ല. ഇങ്ങനെ മനുഷ്യരോട് തന്നെ സങ്കടങ്ങളും വിഷമങ്ങളും ആവലാദികളും വേവലാദികളും പറയുകയും അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ആരാധനകൾ മറ്റുള്ള ആളുകൾക്ക് പങ്കുവെക്കുകയും ചെയ്യുന്ന മാരകമായ കൊലപാതകത്തെക്കാൾ, പലിശയേക്കാൾ, വ്യഭിചാരത്തെക്കാൾ ക്രൂരമായ ഏറ്റവും വലിയ പാപമായി രേഖപ്പെടുത്തി, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ ശിർക്ക് ചെയ്യരുത് കേട്ടോ, ഇന്ന ശിർക ലദുൽമുൻ അദീം. ചെറിയ പാപമല്ല. തീർച്ചയായും ബഹുദൈവ വിശ്വാസം എന്നത് വന്നാൽ അത് വലിയ വമ്പിച്ച മഹാപരാധമാണ്. ബാക്കി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല പുറത്തു വരും എന്ന് വിചാരിക്കുക. അവൻ ഉദ്ദേശിക്കുന്നവൻക്ക് പുറത്തു കൊടുക്കും, ശിർക്കവന് പുറത്തു കൊടുക്കൂല. സ്വർഗം അയാൾക്ക് നിഷിദ്ധമാകും. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരെങ്കിലും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാകും. എത്രയെത്ര നന്മ ചെയ്ത മനുഷ്യനാണെങ്കിലും ഈ പ്രദേശത്ത് ഒരുപാട് സ്വതക്ക ചെയ്യുന്നവനാകാം, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നയാളാവാം, മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന മനുഷ്യനാകാം, ഒരുപാട് മനുഷ്യരുടെ അത്താണിയാകാം. പക്ഷേ ഖുർആൻ പറയാണ്, നബിയേ നിങ്ങളാണെങ്കിൽ പോലും ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ പോലും അമലുകളെ, പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി കളയും. ഹജ്ജ് ചെയ്യുന്ന മനുഷ്യൻ അയാളെ ഹജ്ജ് സ്വീകരിക്കണോ? വിശ്വാസത്തിൽ ശിർക്ക് കലർന്ന കഴിഞ്ഞു. സകാത്ത് കൊടുക്കുന്ന മനുഷ്യ, നോമ്പ് നോറ്റ് പട്ടിണി കിടക്കുന്ന മനുഷ്യരെ, മുടങ്ങാതെ പകലും രാത്രിയിലുമായി സുദീർഘമായി നമസ്കരിക്കുന്ന വിശ്വാസികളെ, നമ്മുടെ നമസ്കാര ഇബാദത്തുകൾ അടക്കമുള്ളത് സ്വീകരിക്കണോ? അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ സർക്കുലറുകളല്ല വായിക്കുന്നത്, ഏതെങ്കിലും പുസ്തകത്തിലെ വരികളല്ല ഈ പറയുന്നത്. സൂറത്തുൽ ബയ്യിനയിലെ വിശദീകരിക്കപ്പെട്ട ആയത്താണ്. അള്ളാഹു നിങ്ങളോട് അവരോട് കൽപ്പിച്ചിരിക്കുന്നത് ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മതത്തിലെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അവനെ ആരാധിക്കാനല്ലാതെ മനുഷ്യരോട് കൽപ്പിച്ചിട്ടില്ല. നമ്മളെ പണി അതാണ്.
നമ്മൾ അള്ളാഹുവിനെ ആരാധന ചെയ്ത് ജീവിക്കേണ്ടവരാ. എന്തൊക്കെയാണ് ആരാധനകൾ? ചുരുക്കിയാണ് പറഞ്ഞു പോവാ. എന്തൊക്കെയാണ് ആരാധനകൾ? ഏറ്റവും പ്രധാനം പ്രാർത്ഥനയാണ്. അതാണ് നമ്മുടെ വിഷയവും. എന്തുകൊണ്ട് പ്രാർത്ഥന ചർച്ച ചെയ്യണം? പ്രാർത്ഥന എന്നത് ആരാധനയുടെ പ്രസക്തമായ ഭാഗമാണ്. അത് പോയാൽ ആരാധനകൾ പോയി. നേർച്ച വഴിപാടുകൾ ആരാധനയുടെ ഭാഗമാണ്. അത് മറ്റൊരാൾക്ക് പങ്കുവെച്ചാൽ ആരാധന നഷ്ടപ്പെട്ടു. സത്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിലാകണം. ബലികർമ്മങ്ങൾ നമ്മളെന്താ നമസ്കാരത്തിൽ പറയുന്നത്? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണമെല്ലാം ലോകരക്ഷിതാവിനുള്ളതാണ്. ഇത് പറയുന്നവരാ നമ്മൾ. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവല്ലാത്ത വ്യക്തികളെ, ശക്തികളെ, കേന്ദ്രങ്ങളെ ആരാധിക്കാൻ നമുക്ക് എന്ത് തെളിവാ നമുക്ക് നിരത്താനുള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിന്റെ അകത്തുനിന്ന് ഒരാളെ കൊണ്ടും സാധ്യമാകാത്ത മേഖലകൾ, മനുഷ്യന്റെ കഴിവിനപ്പുറത്തുള്ള വല്ലാത്തൊരു ലോകത്ത് നമ്മുടെ രോഗം മാറ്റാൻ കഴിവുള്ളത് ഏതെങ്കിലും ഒരു മനുഷ്യനാണോ? ഏതെങ്കിലും കല്ലുകളാണോ? ഏതെങ്കിലും മരങ്ങളാണോ? നൂലുകളാണോ? ചരടുകളാണോ? ഏലസുകളാണോ? മനുഷ്യ, നിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ തീർക്കാൻ കഴിവുള്ളത് ഒരേ ഒരു ശക്തിക്ക് മാത്രമാണ്. അവനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. യേശു ക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളൊന്ന് വായിച്ചാൽ, ഈസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പല ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈസാ നബിയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂല. ഈസാ നബി തന്നെ തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചയാളാണ്. ഇബ്രാഹിം നബിയെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയൂല. ഇബ്രാഹിം നബി പോലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞുവെങ്കിലും നമ്മുടെ പ്രയാസങ്ങളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ, നബിയേ ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളെ കൈപിടിക്കണേ, നബിയെ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് സ്വർഗം തരണേ തുടങ്ങിയ കാര്യങ്ങൾ നബിയോടെങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? പ്രവാചകൻ ഒരു സൃഷ്ടിയാണ്. സൃഷ്ടികളോടല്ല പ്രാർത്ഥിക്കേണ്ടത്. ആരോടാണ്? അല്ലാഹു ഖാലിഖു കുല്ലി ശൈ. അല്ലാഹുവാണ് സൃഷ്ടാവ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാരാണ്? അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഒരാളോട് പ്രാർത്ഥിക്കണമെങ്കിലുള്ള ക്വാളിറ്റി എന്താ? ക്വാളിഫിക്കേഷൻ എന്താ? സൃഷ്ടാവായിരിക്കണം. നമ്മൾ ഇന്ന് ലോകത്ത് ആരെ വിളിച്ച് എന്തൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരൊക്കെ സൃഷ്ടികളാ. അവർക്കൊരു ലം യഖ്ലുഖ്, അവർക്ക് സൃഷ്ടിക്കാൻ കഴിയൂല. ഒരു ദുബാബ്, ഒരു ഈച്ചയെ പോലും, ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ നമ്മുടെ ഒരാൾക്കും സാധ്യമല്ല. അവർ തന്നെ സൃഷ്ടികളാണ്. അവർ തന്നെ ഒരു ഉമ്മയുടെ ഉപ്പയുടെ കുടുംബത്തിൽ വളർന്നു വന്ന മക്കളായി, കുടുംബമായി ജീവിച്ച മനുഷ്യരാണ്. ഇവരെങ്ങനെ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയുന്നു? എല്ലാത്തൊരു ചോദ്യമല്ലേ ഖുർആൻ ചോദിക്കുന്നത്. എന്നിട്ട് സഹോദരങ്ങളെ, ലോക ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് മാത്രം പോവുക. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതിന്റെ പരിഭാഷകൾ, ഒരു കാലഘട്ടത്തിൽ ഖുർആൻ പരിഭാഷകളെ പുച്ഛിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. ഖുർആൻ പരിഭാഷ ഇറക്കിയാൽ അവൻ കാഫിറും മുർത്തദ്ദുമായി പോകുമെന്ന പ്രമേയങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്ന കാലുണ്ടായിരുന്നു. അത് പറഞ്ഞ ആളുകൾക്ക് ഇന്ന് പരിഭാഷകളുണ്ട്. ആ പരിഭാഷകളിൽ എന്താ പറയുന്നത് എന്ന് വായിച്ചു നോക്കാം. ചില സാമ്പിളുകളൊന്ന് വായിക്കാം. അതിൽ ഒന്നാമത്തേത് സൂറത്തു തൗബയിലെ 116 ആയത്ത്. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടി എന്ന് പറയുന്ന പണ്ഡിതന്റെ പരിഭാഷയിലാണ്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. എന്താ അർത്ഥം? നമ്മൾ പറയണ്ട, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്കൊരു രക്ഷകനോ സഹായകനോ ഇല്ല തന്നെ. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ അല്ലാഹുവല്ലാതെ ഒരാളും വരാനില്ല. ഇന്ന റബ്ബി ലസമീഉദ് ദുആ. അതേ പുസ്തകത്തിൽ പറയുന്നു, പരിഭാഷയിൽ പറയുന്നു, നിശ്ചയമായും എൻ്റെ രക്ഷിതാവ് പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ തന്നെയാണ്.
പ്രാർത്ഥന സ്വീകരിക്കുന്നത് എൻ്റെ റബ്ബാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. ഈ ആയത്തിന്റെ പരിഭാഷയിൽ ഫത്ഹുൽ അലീം എന്ന കിതാബിൽ അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ, തിരൂരങ്ങാടി ഖാളിയായ അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ നൽകുന്ന വ്യാഖ്യാനം വായിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണേ. സർവജ്ഞനും സർവശക്തനുമായ അള്ളാഹു നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമാണ്, നമ്മുടെ സമീപസ്ഥനുമാണവൻ. അതുകൊണ്ട് നാം എപ്പോഴും അവനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥന അവൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. മനസ്സറിഞ്ഞ് അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് മാത്രം. തിരൂരങ്ങാടി ഖാളി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളുടെ പരിഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്. കാലം എത്ര എവിടെ എത്തി! ഈ വാചകങ്ങൾ പോലും ഇന്ന് സമൂഹത്തിൽ വില കൊടുക്കാൻ തയ്യാറുണ്ടോ? ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു, അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയതാണ്, ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണില്ല, ഞങ്ങൾ ഇസ്തിഗാസയാണ്, ഞങ്ങൾ തവസ്സുലാണ്, ഞങ്ങൾ ഒരിക്കലും അല്ലാഹു ആണെന്ന് വിചാരിച്ചിട്ടല്ല, അതൊക്കെ മഹാന്മാരാണ്, അവരോട് അടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാണെന്ന പണ്ട് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ജില്ലയിലെ നോളേജ് സിറ്റി ഉണ്ടായല്ലോ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്. നോളേജ് സിറ്റിക്ക് നമ്പർ കിട്ടാതെ കഷ്ടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു അത്രേ. അന്ന് കാന്തപുരം ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകനായ അസ്ഹരി പറയുന്നുണ്ട്, നമ്മൾ പേര് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അസ്ഹരി പറയാണ്, ഞങ്ങൾക്ക് നമ്പർ കിട്ടാതെ നോളജ് സിറ്റിന്റെ പേപ്പറുകളൊന്നും മുന്നോട്ട് പോണില്ല. ഒരുപാട് പ്രയാസപ്പെട്ടപ്പോ ഞങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നമ്പർ കിട്ടി, 313 എന്ന നമ്പർ തന്നെ കിട്ടി. ആരോട്? ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞ്. അറബിയിലല്ലല്ലോ, തഫ്സീറിലല്ലല്ലോ, മലയാളത്തിലാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നതാണ്. സ്വലാത്ത് നഗർ നടക്കുന്ന മലപ്പുറം അങ്ങാടിയിൽ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞ സംസാരമുണ്ട്. ഞങ്ങള് ഹജ്ജിന് പോയ ഒരു യാത്രയിൽ, പായക്കപ്പലിൽ സഞ്ചരിച്ച് പഴയകാല ഒരു യാത്രയിൽ പോയപ്പോൾ കടലിന്റെ ആഴമേറിയ ഭാഗത്ത് വെച്ച് കടലിലെ കപ്പലിങ്ങനെ ആടാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു. എന്താ ചെയ്തത്? ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ രക്ഷപ്പെടുത്തണേന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു. യാത്ര സുഗമമായി മുന്നോട്ട് പോയി. എന്താ പറഞ്ഞത്? പ്രാർത്ഥിച്ചപ്പോൾ. കഴിഞ്ഞില്ല. നൗഷാദ് ഹസനി എന്ന കേരളത്തിലെ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഞങ്ങൾ നബിയോട് നേരിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾ പറയുന്ന പറഞ്ഞു, ഞങ്ങൾ നബിനോട് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് എന്താ കുഴപ്പം? സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാലത്ത് അമ്പലക്കടവ് ഉസ്താദ് പറയുന്നുണ്ട്, നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, മഹാന്മാരോടും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതുപോലെ കേരളത്തിന്റെ റോഡുകളിലൂടെ 2 തരം വാഹനം പോകുന്നു. ഒന്ന് KSRTC പോകുന്നുണ്ടല്ലോ, അതും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കോഴിക്കോട് അങ്ങാടിക്ക്. ഈ റോഡിന്റെ തെരുവോരങ്ങളിലൂടെ അതേ ബെൻസ് കാറും പോകുന്നുണ്ടല്ലോ. ഉദാഹരണം ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ KSRTC പോലെയാണ്. അതെവിടെയോ നിൽക്കുക, എപ്പോഴാ പെൻഡിങ് ആവുന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. പക്ഷെ മഹാന്മാരോട് പ്രാർത്ഥിച്ചാൽ ബെൻസ് കാർ പോലെയാണ്. ഇതൊന്നും നമ്മൾ ആരും ഉണ്ടാക്കി പറയണ്ട, അവിടെ കിടക്കേണ്ട തെളിവുകൾ. അതിന്റെ അർത്ഥം എന്താ? സാധാരണക്കാർക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? എളുപ്പം കാര്യം നടക്കണോ, മഹാന്മാരോട് പ്രാർത്ഥിക്കണം. ഇതൊന്നും ഇല്ല, ഇങ്ങനൊന്നുമില്ല, ഇതൊക്കെ വെറുതെ പറയാണെന്ന് ആർക്കെങ്കിലും ഈ പ്രദേശത്ത് സംശയമുള്ളവരുണ്ടെങ്കിൽ സംഘാടകരോടൊന്ന് ചോദിക്കണം. അവർ അതിന്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് തരും. ഞാൻ ഇത്ര വ്യക്തമാക്കി പറയുന്നത്, ഈ വിഷയം ഇന്ന് പ്രസക്തമാണ്. കൃത്യമായി പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ട് ജനങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പറ്റില്ല എന്ന്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആർക്കറിയാത്തല്ലോ, ഫാത്തിഹ സൂറത്തിലുള്ള ആയത്താണ്. ഇമ്പിച്ചിക്കോയ തങ്ങൾ, വലിയ കാല് ഇമ്പിച്ചിക്കോയ തങ്ങളാണ് അർത്ഥം പറയുന്നത്. കേട്ടോളൂ, വ്യാഖ്യാനമാണ്. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്ന ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളൊന്നും മറ്റൊരാർക്കും യാതൊരു പങ്കുമില്ല.
അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. ഇത് സത്യത്തിൽ ഇന്നിവിടെ ചെയ്യുന്നത് നമ്മളാണ്, ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നത്. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തിരയുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും. ആ തഫ്സീറിന്റെ പേര് അൽ ബയാനു ഫീ മആനിൽ ഖുർആൻ എന്ന പുസ്തകത്തിന്റെ തഫ്സീറിന്റെ 5-ാമത്തെ പേജ് തുറന്നു നോക്കിയാൽ ഇത്ര വ്യക്തമാക്കിയിട്ട് പറയാം, നമ്മൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴാണ് ഇത് പറ്റൽ? വേറുള്ള ബദരീങ്ങളെയും മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട CM മടവൂരിനൊക്കെ വിളിച്ച് മലയാളത്തിലും അറബിയിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ശരിയാണെന്നും അങ്ങനെയൊക്കെ ചെയ്യണമെന്നും വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ചില പണ്ഡിതന്മാരെ ക്യാമ്പയിനാണ് ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കുന്നു. നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് ലോകം നിയന്ത്രിക്കുന്നത് പടച്ചോനെന്ന് പറയാ, അപ്പുറത്ത് ക്യാമ്പയിൻ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ലോകം നിയന്ത്രിക്കുന്നു ഔലിയാക്കൾ. ഇങ്ങനെ സൃഷ്ടിപൂജയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതിന് എന്തടയാളമാ? വഖാല റബ്ബുക്കും, അല്ലാഹു തആല പറഞ്ഞതെന്താ? ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥിച്ചോളൂ, ആരോട് വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞോ. ഉദ്ഊനി, എന്നോട് പ്രാർത്ഥിക്കണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, അങ്ങനെ എന്നോട് പ്രാർത്ഥിച്ച് ആരാധന ചെയ്യുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചു മാറി നിന്നാൽ അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്യരായി ആ മനുഷ്യർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. എത്ര വ്യക്തമാക്കിയിട്ട് അതൊക്കെ പറയുന്നത്. അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ, പൊന്നാനി തങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഈ ആയത്തിന്റെ അർത്ഥപ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചു നോക്കും. അതായത് പ്രാർത്ഥനയാണ് ആരാധന, അത് മാത്രമല്ല പ്രാർത്ഥനയാ ഇല്ലാത്തതൊന്നും ആരാധനയാവില്ല. പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അതാണ് തൗഹീദിന്റെ താല്പര്യം. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, അവൻ നമുക്ക് ഉത്തരം ചെയ്യും. അഹങ്കാരികൾ മാത്രമേ അള്ളാഹുവിനെ ആരാധിക്കാനും അവനോട് പ്രാർത്ഥിക്കാനും വിസമ്മതം കാണിക്കുകയുള്ളൂ. ശാശ്വതവും നിത്യവുമായ നരക ജീവിതമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ജൂനിയർ ആൾക്കാരൊന്നുമല്ല. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ നൽകിയ വ്യാഖ്യാനമാണ് ഫതഹുൽ അലീമിന്റെ 2-ാം വാള്യത്തിലെ 116-ാമത്തെ പേജിൽ. എത്ര വ്യക്തമായിട്ട് ഖുർആൻ നമ്മളെ ഇത് വിശദീകരിച്ച് പഠിപ്പിച്ചു. കേരളക്കരയിൽ വർഷങ്ങൾ, നൂറ്റാണ്ടുകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ നമ്മുടെ പ്രാർത്ഥന കേട്ട് സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകാൻ, രോഗികളുടെ രോഗം മാറ്റാൻ, ദുരിത ജീവിതത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ, എല്ലാവിധ നമ്മുടെ മനസ്സിന്റെ നീറുന്ന പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹരിക്കാൻ കഴിയാവുന്ന ശക്തി പടച്ചോൻ മാത്രമുള്ളൂ. നിങ്ങൾ അവനോട് പറയൂ. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ചു, നിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി നിന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന വല്ലവരും നിനക്കുണ്ടോ? ഉണ്ടോ നിങ്ങളടുത്ത്? ഞാൻ ആമുഖമായി തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ്. സൂറത്തുൻ നംലിന്റെ 62 പഠിക്കണം നമ്മൾ. ഖുർആനിന്റെ ആയത്ത് നമ്പറുകൾ, സൂറ പേജൊക്കെ പറയുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. അൻ-നംൽ സൂറത്തിന്റെ 62 അല്ലാഹ് ചോദിക്കുകയാണ്, അവനോട് പ്രാർത്ഥിച്ചിട്ട് അവൻ വിഷമത്തിലാകുന്ന ഒരാൾ, മുദത്തറായ ഒരു മനുഷ്യൻ ആരോടെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അവന് ഉത്തരം നൽകാൻ കഴിവുള്ളവനാണോ? ആരെങ്കിലും ഉണ്ടോ ഉത്തരം കൊടുക്കാൻ? അവന്റെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും കഴിയുന്നവരുണ്ടോ എന്ന് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ കൂടെ വേറെ ആരാധ്യന്മാരുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക? ഖലീലൻ മാ തദക്കറൂൻ, എത്ര പറഞ്ഞു കൊടുത്താലും വളരെ കുറച്ചാളുകളെ ഇത് ആലോചിക്കുകയുള്ളൂ, ചിന്തിക്കുകയുള്ളൂ. ഇതാണ് ഇതിന്റെ കുഴപ്പം. എത്ര പറഞ്ഞു കൊടുത്താലും കുറച്ചാൾക്കാർ മാത്രമേ ഇത് ഉറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുള്ളൂ.
ഇതിൻ്റെയൊക്കെ അർത്ഥവും വ്യാഖ്യാനമൊക്കെ ഇതുപോലെ പൊന്നാനി മഖ്ദൂമി തങ്ങളുടെ ഇമ്പിച്ചിക്കോയ തങ്ങളുടെയൊക്കെ പരിഭാഷകൾ അവിടെ കിടക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും കയറിപ്പോകുന്നില്ല. ഇങ്ങനെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി കൊണ്ട് അവിടെ പഠിപ്പിച്ചു തരികയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തെല്ലാം പഠിപ്പിച്ച് ജനങ്ങളെ പ്രബുദ്ധരാക്കി. അത് ജനങ്ങൾക്ക് മനസ്സിലാകാനാണല്ലോ അതിൻ്റെ പരിഭാഷകൾ ഇറക്കിയിട്ടുള്ളത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അതാ KV മുഹമ്മദ് മുസ്ലിയാർ, കൂറ്റനാട്, പാലക്കാട് ജില്ലക്കാരനാണ്. അദ്ദേഹം എഴുതുകയാണ്, മനുഷ്യൻ ആരോട് പ്രാർത്ഥിക്കണം? അവന് രക്ഷ കിട്ടിയാൽ, അവന് രക്ഷ കിട്ടാൻ വേണ്ടി ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോടായിരിക്കണം. എന്തിനാ? മനുഷ്യന്റെ ബുദ്ധിഹീനതയും ധിക്കാര മനസ്ഥിതിയും എന്തുമാത്രമാണെന്ന് ചിന്തിച്ചു നോക്ക്. കരയിലോ കടലിലോ വെച്ച് വല്ല വിപത്തും നേരിച്ചാൽ അതിൽ നിന്ന് മോചനം ലഭിക്കുവാനായി മനസ്സാ വാച അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിക്കുന്നു. കാര്യം നേടാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കും. രക്ഷ കിട്ടിയാൽ അള്ളാഹുവേ നിന്നോട് ഞാൻ കൃതജ്ഞനായിരിക്കുന്നു എന്ന് ശപഥം ചെയ്യും. അങ്ങനെ രക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ മട്ടുമാറുകയായി അത്യാപത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന്റെ മാത്രം അധികാരാവകാശമായ ഉലൂഹിയത്തിൽ മറ്റു വസ്തുക്കളെ അവൻ പങ്കുചേർക്കുന്നു. മുശ്രിക്കുകളുടെ നടപടിയാണിത്. ഒരു ദുരിതം കയറി രക്ഷപ്പെടുവോളം അള്ളാ അള്ളാന്ന് വിളിക്കുക. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവിടേക്ക് നേർച്ച കൊടുത്തോണ്ടാട്ടോ രക്ഷപ്പെട്ടത്. അവിടുന്ന് വന്ന വെള്ളം കുടിച്ചോണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അന്ന് അവിടെ പോയിട്ട് 313 യാസീൻ ഓതിയോണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇങ്ങനെ അതിന്റെ മാർഗം മറ്റുള്ളവരുടെ പേരിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഈ പണി മുശ്രിക്കുകളുടെ നടപടിയാണെന്ന് ഫത്ഹുർ റഹ്മാൻ 2-ാം വാള്യം 165-ാമത്തെ പേജിൽ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഉസ്താദ് എഴുതി വെച്ചിരിക്കുക. ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സുകളോട് ചോദിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. നമ്മൾ തേടിപ്പോകുന്ന, നമ്മൾ സിയാറത്ത് ടൂറായി ഓടിക്കൊണ്ടിരിക്കുന്ന കാസർഗോഡ് ഉള്ളാൾ ദർഗ മുതൽ തിരുവനന്തപുരത്ത് ഭീമാപള്ളി ഉമ്മച്ചി വരെ കേരളത്തിന്റെ മുക്കുമൂലകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജാറങ്ങൾ തേടി നടക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ, സ്നേഹത്തോടെ ചോദിക്കണം, ഏതെങ്കിലും മഖ്ബറയിലെ ഒരു ശൈഖിന് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി ഉത്തരം നൽകാൻ സാധിക്കുമോ? കഴിയില്ല. സ്വന്തം ജീവനെ രക്ഷിക്കാൻ ആ ഖബറിൽ കിടക്കുന്ന മഹാന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ? അവര് പോലും കിടന്നു കൊടുത്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ജീവിതകാലത്ത് രോഗം ബാധിച്ച മഹാന്മാരുണ്ടായിട്ടുണ്ട്, ഉറക്കം പിടിച്ചവരുണ്ട്, മറവി ബാധിച്ചവരുണ്ട്, കാഴ്ച ശക്തിയില്ലാതെ കണ്ണട വെച്ച് നടന്ന ആളുകളുണ്ട്, ദൂരെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാതെ പോയവരുണ്ട്, ഒന്ന് ബാത്റൂമിൽ പോകാൻ കഴിയാതെ കൈപ്പിടിച്ചു നടത്തിയവരാണ്. നിങ്ങൾ ഈ പറഞ്ഞ ദർഗകളിലൂടെ എല്ലാമുള്ള യാത്രയിൽ നിങ്ങൾ വിചാരിക്കുന്ന മഹാന്മാർ അവർ സൃഷ്ടികളാണെന്ന് പറഞ്ഞു. ഇന്ന് മാത്രാണോ ഖബറുകളിൽ കിടക്കുന്നത് ആരാ എന്ന് പോലും അറിയാത്ത അവസ്ഥ? ശരിയല്ലേ? അവിടെ പോയിട്ട് സങ്കടങ്ങൾ അല്ലേ? എത്രയോ അടുത്ത കാലത്ത് നടന്ന സിയാറത്ത് ടൂറുകളിലൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ഉപ്പൂപ്പ ഞങ്ങളെ കാണുന്നില്ലേ, ഉപ്പൂപ്പ ഞങ്ങളെ രക്ഷിക്കണം, ഉപ്പൂപ്പ ഞങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഏത് ഉപ്പൂപ്പ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഉപ്പൂപ്പ. നിങ്ങളല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ ആരുമില്ല. ഭീമാപള്ളി ഉമ്മച്ചിന്റെ അടുത്ത് പോയിട്ട് ഉമ്മച്ചി ഉമ്മച്ചി വിളിച്ചു പറഞ്ഞ പാട്ടുകൾ തന്നെ കേട്ടു നോക്കൂ നിങ്ങൾ. എല്ലാ സങ്കടങ്ങളും വിട്ടു പറഞ്ഞുകൊണ്ടിരിക്കുക. മുനമ്പത്ത് ബീവിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അവിടെ ചെന്ന് അവിടുത്തെ കർമ്മങ്ങൾ നടത്തി പൈസ ഇട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് മടങ്ങി പോരുമ്പോ ഒന്നാലോചിച്ചു നോക്ക്, ആരാ മുനമ്പത്ത് ബീവി? ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോടും മരക്കാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. മുനമ്പത്ത് ബീവിന്റെ പേരറിയില്ല, മുനമ്പത്ത് ബീവിന്റെ ഊരറിയില്ല, അഡ്രസ് അറിയില്ല. ഈ മനുഷ്യൻ ഈ ജനാസ ഒരു മുസ്ലിമിൻ്റെതാണോ എന്ന് പോലും അറിയില്ലെന്ന് അവിടുത്തെ ചരിത്രഗ്രന്ഥം പറഞ്ഞിട്ട് പോലും വീണ്ടും ജനങ്ങൾ അവിടെ കൊണ്ടെത്തിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ച് മടക്കി വിടുമ്പോ എത്ര വലിയ അപരാധമാണ് ചെയ്യുന്നത്, എത്ര വലിയ അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓച്ചിറ ഉപ്പൂപ്പ എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം വായിച്ചു നോക്ക് നിങ്ങൾ. കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലെ കുപ്പസ്വാമി എന്നും ദാമോദരൻ എന്നും വിളിക്കുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇന്നും ജീവിച്ചിരിപ്പുള്ള കോഴിക്കോട് ജില്ലയിലെ സമുന്നതനായ വലിയ ഒരു പണ്ഡിതൻ പറഞ്ഞു, അത് ദാമോദരനല്ല, അത് കുപ്പസ്വാമിയല്ല, അത് നമ്മളെ ആളാണെന്ന് പറഞ്ഞ് ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞ് പേരിട്ടവിടെ ജാറം മൂടിക്കൊണ്ടിരിക്കുന്നു, പെട്ടി വന്നുകൊണ്ടിരിക്കുന്നു, ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആരെടുത്താ പോയി പറയുന്നത്?
എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ചെല്ലുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും, 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് നടക്കുന്നത് ഒരു ഖബറിന്റെ ചാരത്താണ്. ആ ഖബറിന്റെ ഔലിയയുടെ പേര് മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു എന്നാണ്. പേര് മുട്ടും തല ഔലിയ. എന്തേ പേര് ഫുള്ളില്ല, ആള് 2 അവയവ കിട്ടിയത്, ഒരു മുട്ടും ഒരു തലയും കിട്ടി, അതുകൊണ്ട് പേരങ്ങടിട്ടു മുട്ടും തല ഔലിയ റളിയല്ലാഹു അൻഹു. ഇന്നുണ്ട്, നിങ്ങൾ പോയി കണ്ട് പഠിച്ച് മനസ്സിലാക്ക്. അവിടേക്ക് എത്തിപ്പെടുന്ന മനുഷ്യരാലോചിച്ച് നോക്ക്, ഇവർ എൻ്റെ പ്രാർത്ഥന കേട്ട്, എൻ്റെ സങ്കടം കേട്ട്, ഞാൻ പറയുന്നതെല്ലാം, എനിക്ക് വേണ്ടതെല്ലാം തരാൻ ഈ മഹാന്മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെ ആലോചിച്ച് നോക്ക്. എന്നിട്ട് ദർഗകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്. ഉറൂസ് മാമാങ്കങ്ങൾ, ആനയും അമ്പാരിയും ചാടിക്കളിയും പേക്കൂത്തുകളും നടത്ത് ഈ സമൂഹത്തിന്റെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് സമൂഹത്തിന് ചീത്ത പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ എന്തിന്റെ പേരിലാ? അവരോടൊക്കെ പ്രാർത്ഥിക്കാം, അവരൊക്കെ മഹാന്മാരാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. എങ്കിൽ തെളിവുകൾ അവർക്കെതിരാണ്, ഇത് ചെയ്യുന്ന ആളുകൾക്ക് എതിരാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എതിരാണ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ ആരെങ്കിലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്തതിഊന നസ്റക്കും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയൂല. വലാ അൻഫുസഹും യൻസുറൂൻ, സ്വന്തത്തെ തന്നെ സഹായിക്കാൻ ചിലപ്പോൾ അവർക്ക് കഴിയൂല. അവർക്ക് അവരെ കാര്യം തന്നെ നോക്കാൻ പറ്റൂല. അൽ ബയാൻ ഫീ മആനിൽ ഖുർആൻ എന്ന പരിഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ആരെയാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു നബിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു സഹാബിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു ഇമാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഊഹും ഫലസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ. വലിയ ഖാളി ഇമ്പിച്ചിക്കോയ തങ്ങൾ അതിന് അർത്ഥം പറയുകയാണ്. അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ നിങ്ങളെപ്പോലെയുള്ള ദാസന്മാര് മാത്രമാണ്, അവരടിമകളാണ്. ആരാണെങ്കിലും അടിമകളാണ്. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക, അവർ ഉത്തരം ചെയ്യട്ടെ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളൊന്ന് അവര് പ്രാർത്ഥിച്ചിട്ട് അവര് ഉത്തരം ചെയ്യുന്ന രംഗം നിങ്ങൾ കാണിക്കുന്നു. സാധ്യമല്ല, കഴിയുകയില്ല. പിന്നെ എങ്ങനെയാണ് മനുഷ്യരെ നമ്മൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് സൃഷ്ടികളിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാവുക? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിക്കാനാ ഒരു പ്രവാചകർ വന്നത്. പിന്നെ ആ പ്രവാചകരോട് എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നമ്മൾ അർത്ഥം പറയണ്ട, നമ്മൾ പറഞ്ഞ അത് ഓലഷ്ടത്തിന് പറയാന്ന് പറയല്ലോ. ഇമ്പിച്ചുകോയ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അതേ പറഞ്ഞ പള്ളികളിൽ തന്നെയാണ് റബീഉൽ അവ്വൽ മാസം വരുമ്പോ നബിയോട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇർതകബതു അലൽ ഖതാ الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് ശഫാഅത്ത് തരണം. നിങ്ങൾ തന്നില്ലെങ്കിൽ നമുക്ക് ആരും തരാനില്ല, ഞങ്ങൾ കുടുങ്ങിപ്പോകും. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. സലാമുലിദിൽ നബിയെ, നിങ്ങൾക്ക് സലാമുണ്ട്. നിങ്ങളാരാ? പ്രയാസം മാറ്റുന്നയാളാണ്, വിഷമങ്ങൾ നീക്കി തരുന്നവനാണ്, പാപങ്ങൾ മാറ്റി പുറത്തു തരുന്നവനാണ്. ഇതും പറഞ്ഞിട്ടാണ് നബി തങ്ങളെ മദ്ഹാണെന്ന പേര് പറഞ്ഞു നടക്കുന്നത്. ഷറഫലന മൗലൂദുകാരൻ പറഞ്ഞു, അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു. നബിയെ, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു, അങ്ങയുടെ പാപമോചനം പ്രതീക്ഷിച്ച് വന്നിരിക്കുകയാണ്. അടിമയാണ്, താങ്കളുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. ഇത് മദ്ഹാണോ? ഇത് പ്രശംസയാണോ? ഇത് ധിക്കാരത്തിന്റെ പ്രയോഗങ്ങളാണ്, വിനയത്തിന്റെ അടയാളങ്ങളല്ല, സത്യത്തിന്റെ അടയാളങ്ങളല്ല ഈ വാക്കുകൾ. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് റബീഉൽ ആഖിറാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. അതേ സമയത്ത് റബീഉൽ അവ്വൽ 12 നബി തങ്ങളുടെ വഫാത്തുണ്ട്. അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. നബി തങ്ങളുടെ ആണ്ടില്ല, നബി തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ മിണ്ടുന്നില്ല. എന്നാൽ റബീഉൽ അവ്വലിന് മുമ്പ് റമദാനിൽ ഒരു മഹാൻ ജനിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? റമദാൻ 4-നാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് ജനിച്ചത്. എന്തേ ആഘോഷിക്കാത്തത്? അത് റമദാനിലാണ്, കാര്യമല്ല. എന്നാൽ ഷെയ്ഖ് ജീലാനിക്ക് ഒരു ആണ്ടുണ്ടാകും. അതെപ്പോഴാ? റബീഉൽ ആഖിറിലാണ്. അത് കാര്യമുണ്ട്. റബീഉൽ അവ്വലിന്റെ ക്ഷീണം മാറ്റണം. റബീഉൽ ആഖിറിൽ ജീലാനി ആണ്ട് നടക്കുന്നു. തോന്നുന്നവർ തോന്നുന്നത് പ്രഖ്യാപിക്കുന്നു, നടപ്പിലാക്കുന്നു. ഇനി റബീഉൽ ആഖിറിൽ എന്താ നടക്കാൻ പോണത്? ജീലാനിയോടാണ് ഖുതുബിയ്യത്ത്, ജീലാനിയോടാണ് മുഹിയുദ്ദീൻ മാലയിലെ തേട്ടങ്ങൾ, പ്രാർത്ഥനകൾ. നിങ്ങൾ പ്രാർത്ഥിച്ചോളിയും, എവിടുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കുന്നു. മലയാളം പോലും തിരിയാത്ത മുഹിയുദ്ദീൻ ഷെയ്ഖിനോട്, ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മനുഷ്യരോട് ഈ അരീക്കാടങ്ങാടിയിലെ മലയാളികളായ നമ്മൾ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ബഗ്ദാദിന്റെ തൊട്ടപ്പുറത്ത് ഒരു 700-800 കിലോമീറ്റർ ഇപ്പുറത്ത് കിടക്കുന്ന ഫലസ്തീനികളുടെ ദുരിതക്കഥകൾ നിങ്ങൾ വായിച്ചോ? 23,000-ലേറെ ആളുകൾ അവിടുന്ന് യാത്രയായി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസങ്ങൾ, ഒരു 100 ദിവസത്തിന്റെ ഉള്ളിൽ 5000-ന്റെ മേലെ പിഞ്ചോമന മക്കൾ, നമ്മുടെ പ്രായമുള്ള ചോര മക്കൾ ഫലസ്തീനിന്റെ മണ്ണിൽ തീവ്രതയുടെ, വർഗീയതയുടെ, വംശീയതയുടെ നെറികെട്ട അവസ്ഥകളുമായി കൊണ്ട് പിടഞ്ഞു വീണ് മരിക്കുന്നു. നമ്മൾ കാണുകയാണ്. 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്തു കളഞ്ഞു. ജനങ്ങൾക്ക് ചികിത്സിക്കാനുള്ള 26 ആശുപത്രികളിലെ ഏറെക്കുറെ ആശുപത്രികൾ തകർത്തു കളഞ്ഞു. ആ ഫലസ്തീനികളുടെ ജീവിത കയത്തിൽ മുങ്ങി പ്രയാസപ്പെടുന്ന സമയത്ത് എപ്പോഴെങ്കിലും അറബി അറിയുന്ന ഫലസ്തീനികൾ യാ ശൈഖ് മുഹയ്യദ്ദീൻ അൽ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഹാദിറു ഹാദിറു ഫലസ്തീനിൽ ഹാദിറു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പറയില്ല. അവര് എന്തേ? അറബി അറിയാഞ്ഞിട്ടല്ല, അവർക്കത് പരിചയമില്ല. കേരളക്കാരനെ പറ്റിക്കുന്നത് പോലെ ലോകത്തെവിടെയാണ് ഈ പറ്റിക്കൽ നടക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. ആരെന്ത് പറഞ്ഞാലും അതുപോലെ നടക്കുക. അള്ളാന്റെ ഖുർആനിന്റെ സന്ദേശം, അള്ളാഹിനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്. അതിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇനി പ്രാർത്ഥിച്ചാലോ? ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കൂല. വലോ സമിഉ, ഇനി കേട്ടാൽ തന്നെയും മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകൂല. ഇനി ഇവരെല്ലാവരും പരലോകത്ത് വന്നാൽ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ പറയും, റിഫായി തങ്ങൾ പറയും, സിയമടവൂര് പറയും, ബദരീങ്ങൾ പറയും, ഉഹ്ദീങ്ങൾ പറയും, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. എവിടെയാ? വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്കിനെ നാളെ പരലോകത്ത് അവർ നിഷേധിക്കും. ഏറ്റവും അധികം ആളുകൾ ഒരു കാലഘട്ടത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പോരിശ പറഞ്ഞ് നടന്നിരുന്ന, മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ഖുതുബിയ്യത്ത് അതാണല്ലോ, മുഹിയുദ്ദീൻ മാല അതാണല്ലോ. അതിൻ്റെയൊക്കെ പഴക്കം എത്രയാ? ഖുതുബിയ്യത്തിന്റെ പഴക്കം 300 കൊല്ലമാണ്. ആരുണ്ടാക്കിയതാ? തമിഴ്നാട്ടുകാരനായ കായൽ പട്ടണത്തുകാരൻ സ്വദഖത്തുല്ലാ അൽ കാഹിരി എന്ന ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടാക്കിയത്. മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കിയതാരാ? നമ്മളെ ജില്ലക്കാരനാണ്, കോഴിക്കോട്ടെ തൂറ തന്നിൽ പിറന്നോവർ. ഓവറാണെന്ന് മൂപ്പര് ഇടക്കിടക്ക് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് ഓവറാണ്. ആ മുഹിയുദ്ദീൻ മാലയും ഈ ഖുതുബിയ്യത്തിലും ഒക്കെ എന്തിനാ പറയുന്നത്? ഷെയ്ഖിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളി, നിങ്ങളുടെ എല്ലാ കാര്യവും ശരിയാക്കി തരുന്ന അല്ലേ? സഹോദരങ്ങളെ, മുഹിയുദ്ദീൻ മാലയും ഖുതുബിയ്യത്തും ഷാഫി മദ്ഹബിലെ ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് അറിയോ? ചുരുങ്ങി അവസാനത്തെ കാലം ഹംബലി ഇമാമിന്റെ കീഴിൽ ഏതെങ്കിലും ആൾക്കാർക്ക് അറിയോ? ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമിങ്ങൾ കണ്ടിട്ടുണ്ട്? അതൊക്കെ പുത്തനായി ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മാത്രം പൊട്ടിപ്പുറപ്പെട്ടതാണ്. അതിന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി ബന്ധമില്ല, മാറ്റിവെക്കണം അതിനെ. അത് ദീനല്ല. അതിൽ പറഞ്ഞ കള്ളക്കഥകൾ വെറും കഥകൾ മാത്രമാണ്. ഞാൻ പഠിപ്പിച്ചുതരാം. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി ഒരു കിതാബ് എഴുതി മരിക്കുന്നതിന് മുമ്പ്, ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിന്റെ പേര്, അതിൽ പറയാണ്, ഇൻകാന വലാ ബുദ്ദ ലക മിന ത്വലബി, നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ
തേട്ടങ്ങൾ ഉണ്ടെങ്കിൽ, പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ ഫത്ലുബു മിൻഹു, അല്ലാഹുവിനോട് ചോദിക്കണം. ലാ മിൻ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളോടല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. ഫഇന്ന അബ്ഗദൽ ഖൽഖി ഇലല്ലാഹി അസ്സ വജല്ല മൻ യത്ലുബു ദുനിയാ മിൻ ഖൽഖിഹി. അള്ളാന്റെ സൃഷ്ടികളിൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട തേട്ടങ്ങളെ സൃഷ്ടികളോട് ചോദിക്കുന്നവനോടാണ്. ഇസ്തഖിസ് ബിഹി ഇലൈ, അള്ളാഹിനോട് സഹായം തേടിക്കോ. ഹുവൽ ഗനിയു, അവനാണ് ഗനിയായ ഐശ്വര്യവാൻ. വൽ ഖൽഖു കുല്ലുഹും ഫഖറാ, സൃഷ്ടികളൊക്കെ ദരിദ്രന്മാരാണ്. ലാ യംലികൂന ലിഅൻഫുസിഹിം, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയൂല. വലാ ലിഗൈരിഹിം ദർറൻ വലാ നഫഅ, മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാൻ അവർക്ക് സാധ്യവുമല്ല. നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിച്ചോളി എന്നാണ് മരിക്കുന്നതിന്റെ മുമ്പ് എഴുതി വെച്ച കിതാബിൽ പറഞ്ഞത്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കമ്മിലാ. ഫത്ഹുർ റബ്ബാനി ശൈഖ് സ്വന്തം കൈകൊണ്ട് എഴുതിയതാണ്. 155-ാമത്തെ പേജ്. മനുഷ്യ, നിന്റെ നാവിലൂടെ നിനക്ക് എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നത്? നിന്റെ മനസ്സിൽ ഒരുപാട് ആരാധ്യന്മാരുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ആരാധ്യന്മാരുണ്ട്. നാവുകൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. നീ ഏതൊരു ആരാധ്യ വസ്തുവിൽ അഭയം പ്രാപിക്കുന്നുണ്ടോ അത് നിന്റെ ആരാധ്യനാണ്, നിന്റെ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി നഫഅ, ഖൽബിന്റെ ഉള്ളിൽ അന്ധവിശ്വാസങ്ങളും ബഹുദൈവ വിശ്വാസങ്ങളും ഏറ്റിക്കൊണ്ട് നീ നാവുകൊണ്ട് എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും കാര്യമില്ല. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഫത്ഹുർ റബ്ബാനിയ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് എൻ്റെ സഹോദരങ്ങൾ, ഇതെല്ലാം പറഞ്ഞ അതേ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് തന്നെ 1000 തവണ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് താഴ്മയോടെ 12 റക്അത്ത് നമസ്കരിച്ചിട്ട് ഖുതുബിയ്യത്ത് ഓതുന്ന അരീക്കാടങ്ങാടിയിലെ മനുഷ്യരെ ഒന്ന് ചിന്തിക്കണം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെക്ക്. ഖുതുബിയ്യത്ത് എന്ന് പറയുന്ന ഈ സാധനമുണ്ടല്ലോ, ഇത് ജനങ്ങളോട് പറയുന്നത് 1000 തവണ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. പടച്ചോനെ എന്ന് പറയാനല്ല, റബ്ബേ എന്ന് വിളിക്കാനല്ല. ഞാൻ പറയുന്നില്ല, എൻ്റെ വാക്ക് ഞാൻ പറയുന്നില്ല, ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ഖുതുബിയ്യത്ത് ചൊല്ലേണ്ടുന്ന വിധം ആരാ എഴുതിയത്? അബ്ദുസ് സമദ് ഫൈസി. പുസ്തകത്തിന്റെ പേജ് 19-ാമത്തെ 20-ാമത്തെ പേജ്. ഖുതുബിയ്യത്ത് പരിഭാഷ എന്ന പുസ്തകത്തിന്റെ പേര്. കോളറയും മറ്റു രോഗങ്ങളും ഒക്കെ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഇത് ചെല്ലിയാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം ഖുതുബിയ്യത്ത് ഓതാൻ. ഖുർആനൊക്കെ എവിടെ കിടക്കും? 12 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം തൊടാൻ പോണെങ്കിൽ. എത്ര പോരിശയായി. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞ് 3 തവണ ചൊല്ലി മുഹയ്യിദ്ദീനി 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 എന്ന് ചൊല്ലിയിട്ട് വിളക്കു കെടുത്തി എല്ലാവരും ഒന്നിച്ച് 1000 തവണ ഗൗസുൽ ആലമിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കുക. അരീക്കാടെന്ന് വിളിച്ചാല് ബഗ്ദാദിലെ ഷെയ്ഖ് കേൾക്കും, ഉത്തരം നൽകുന്ന വിശ്വാസം. ഉച്ചത്തിൽ വിളിക്കുക. അതാണ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആകെ അങ്ങോട്ട് ബഹളം വെച്ച് വിളിക്കുകയാണ്. വിളിച്ചിട്ട് എങ്ങനെയാ വിളിക്കേണ്ടത്? നല്ല നിയ്യത്തോടുകൂടി, ഉറക്കം തൂങ്ങലില്ലാതെ, കളിതമാശകളില്ലാതെ, നല്ല വസ്ത്രവും ദേഹവും ശുദ്ധിയുള്ളതോടെ, വുളുവോടുകൂടെ, ഖിബിലക്ക് മുന്നിട്ട് മനസാന്നിധ്യത്തോടെ താഴ്മയോടെ വിളിക്കണം. എന്ത്? യാ അല്ലാ എന്നല്ല, യാ റബ്ബേ എന്നല്ല, യാ ഗഫാർ, യാ ഹയ്യ്, യാ ഖയ്യൂം എന്നല്ല, യാ ഗൗസ്, യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്താ മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞ് 1000 തവണ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം ആ മനുഷ്യന്റെ മഹാനായ മഹാപണ്ഡിതന്റെ പേരിൽ എഴുതി വെച്ചുണ്ടാക്കിയ ഗ്രന്ഥത്തിലാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. മുഹയ്യിദ്ദീൻ മാലയുടെ വാർഷികം കഴിഞ്ഞല്ലോ. മുഹയ്യിദ്ദീൻ മാലയുടെ വാർഷികം 400-ാം വാർഷികം ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുള്ളൂ. പഴയതല്ല, അത് പുതിയതാണല്ലോ, പുതിയ ഗ്രന്ഥമാണല്ലോ, പുത്തൻവാദമാണല്ലോ. ഇനി മാത്രല്ല, എന്തിനാണ് മുഹയ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നത്? എല്ലാ വിവരങ്ങളും അറിയാം. എവിടെ പറഞ്ഞ്? അൽ ഫുയൂലാത്തുർ റബ്ബാനിയ, ശൈഖിന്റെ പേരിൽ ഒരു ക്ഷുദ്രകൃതി ഉണ്ടാക്കി, ഒരിക്കലും പറയാത്തത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് എഴുതിണ്ടാക്കി. അതിന്റെ 67-ാമത്തെ പേജ് ഒന്ന് വായിക്കാം. വഅലമു നബാതൽ അർളി കം ഹുവ നാബിതുൻ വഅലമു റംലൽ അർളി കം ഹുവ റംലത്തിൻ. ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം. എല്ലാ വിവരമുണ്ട്. നോണ എഴുതി വെക്കുക.
വഅലമു റംലൽ അർളി കം ഹുവ റംലത്തിൻ, ഭൂമിയിൽ എത്ര മണൽ തരിയുണ്ട് എന്ന് എനിക്കറിയാം. വഅലമു ഇൽമല്ലാഹി യുഹ്സി ഹുറൂഫഹു, അല്ലാഹു എത്ര ഇൽമുണ്ട് എന്നതിന്റെ അക്ഷരം വേണമെങ്കിൽ ഞാൻ ക്ലിപ്തപ്പെടുത്തി തരാം. വഅലമു മൗജൽ ബഹരി കം ഹുവ മൗജത്തിൻ, സമുദ്രത്തിൽ എത്ര തിരമാലകൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത്. അതുകൊണ്ടാണ് ജനങ്ങൾ പൊട്ടിക്കരഞ്ഞ് യാ ഷെയ്ഖ് യാ മുഹയ്യദ്ദീൻ എന്ന് ഉറക്കെ വിളിക്കാനുള്ള കാരണം ഇതൊക്കെ ഷെയ്ഖ് അറിയും എന്നവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. എന്ന് മാത്രാണോ മുഹ്യിദ്ദീൻ മാലക്കാരൻ അവനെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ പറഞ്ഞു, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് ഏകല്ലൂടെയവൻ തൻ്റെ ഏകൽ ആകെന്ന് ഞാൻ ചൊൽകില്ലാകും അതെന്നോവർ. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകണമെന്നൊന്ന് കുഞ്ഞെന്ന് പറഞ്ഞാൽ മതി, മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞാൽ അപ്പോഴതുണ്ടായിരിക്കും. ഇതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? എന്ത് ഘട്ടം വരുമ്പോഴും ഷെയ്ഖിനോട് അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും അവിടേക്ക് അഭയം പ്രാപിച്ചു കൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകണം. സഹോദരങ്ങളെ, ഏറ്റവും ലളിതമായി ഏറ്റവും ചെറിയ ഒരു കാര്യത്തോടെ മനസ്സിലാക്കുന്ന 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറഞ്ഞു, ബദരീങ്ങളുടെ ചരിത്രം പറഞ്ഞു, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞു, ഔലിയാക്കന്മാരായ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞു. ഇവരാരെങ്കിലും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചതായി പരാമർശമുണ്ടോ? ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും സൃഷ്ടികളോട് പോയി പ്രാർത്ഥിച്ച ചരിത്രമുണ്ടോ? ഇസ്തിഗാസ എന്ന പേരിലോ തവസ്സുൽ എന്ന പേരിലോ ഹക്ക് ജാഹ് ബർക്കത്ത് എന്ന പേരൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ലാത്തവരോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മധ്യവർത്തികളെ വെച്ച് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ റബ്ബേ, റബ്ബീ, റബ്ബുനാ, അല്ലാഹുമ്മ എന്നല്ലാത്ത ഒരു പ്രാർത്ഥന ഖുർആനിൽ എവിടെയെങ്കിലും കാണാനുണ്ടോ? വേണമെങ്കിൽ ഒന്ന് വായിക്കാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്തു സാഫാത്തിന്റെ 100-ാമത്തെ ആയത്താണ്. സന്താനങ്ങളില്ലാതെ വിഷമിച്ച ഘട്ടത്തിൽ എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. എവിടെയും പോയി തൊട്ടിലെട്ടാൻ പോയില്ല, എവിടെ തുലാഭാരം നടത്താൻ പോയില്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. രോഗം കൊണ്ട് കഷ്ടപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം അംബിയാ സൂറത്തിന്റെ 53-ാമത്തെ ആയത്ത് പറയാണ്, അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, എൻ്റെ ദുരിതം മാറ്റിത്തരണേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറിയ അബദ്ധം സംഭവിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താകുമ്പോ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ എന്ന പ്രാർത്ഥന അഅറാഫ് സൂറത്തിന്റെ 23 അല്ലാഹുവോടായിരുന്നു. വലിയ ആപത്തിൽപ്പെട്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അംബിയാ സൂറത്തിന്റെ 87-ാമത്തെ ആയത്ത്. മകനെ നഷ്ടപ്പെട്ട, മക്കളെ നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് നബിനെ കാണാതെ വിഷമിച്ചപ്പോ 86-ാമത്തെ ആയത്ത് സൂറത്ത് യൂസുഫ്, ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ വേവലാദികൾ, എൻ്റെ ആവലാദികൾ അള്ളാഹുവിലേക്ക് നീട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥന മുഴുവൻ പടച്ചറബിനോട്. നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ മുഴുവൻ അല്ലാഹുമ്മ റബ്ബി റബ്ബന എന്നല്ലാത്തൊരു പ്രാർത്ഥന ഏതെങ്കിലും ഹക്ക് ജാഹ് ബർക്കത്തുണ്ടോ? ഇലാ ഹദ്റത്തിണ്ടോ? കാണൂല, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുകയില്ല. എന്തേ കാരണം? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ഞാൻ അവരിൽ ഒരാളോടും പങ്കു ചേർക്കൂല. നബിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, നബി തങ്ങൾ അത് പ്രഖ്യാപിച്ചു. ഇനി പ്രവാചകന്മാരുടെ പ്രാർത്ഥന അതാണെങ്കിൽ ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു എന്നല്ലേ നമ്മൾ മുൻപ് കേട്ടത്. എന്നാൽ ബദരീങ്ങൾ ആരോട് പ്രാർത്ഥിച്ചു? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇത് പഠിച്ച തീരാത്ത, ആര് പറഞ്ഞു മനസ്സിലാവൂലെന്ന്? ആരെ പറഞ്ഞതൊന്നും എനിക്ക് തിരിയില്ലാന്ന്? ഖുർആൻ തുറന്ന് വായിച്ചു നോക്ക്. ഇത് തസ്തഗീസൂന റബ്ബക്കും. ബദരീങ്ങളുടെ ചരിത്രം പറഞ്ഞെടുത്താ പറയും, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗാസ ചോദിച്ചപ്പോൾ, സഹായം ചോദിച്ചപ്പോൾ, ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകി.
ആയിരക്കണക്കിന് മാലാഖമാർ നിങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അവർ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരാണ്. ബദർ ശുഹദാക്കന്മാരുടെ, ഉഹദ് ശുഹദാക്കന്മാരുടെ ഖബർ കണ്ടവരായിരിക്കും നമ്മൾ പല ആൾക്കാരും. ഒരു ചാണധികം ഉയർത്തിയിട്ടുണ്ട്, രണ്ട് മണലല്ലാതെ, രണ്ട് വെള്ളാരം കല്ലല്ലാതെ, അതും ഒരു സിമന്റ് കൊണ്ടൊരു പേരെഴുതി വെച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ആയാൽ മതി, കെട്ടി ഉയർത്തി പൈസ ഉണ്ടാക്കാൻ വലിയ ഭണ്ഡാരം വെച്ച് നടക്കുകയാണ്. സയാമി സിരട്ടകളെ പോലെ. ജാറമുണ്ടോ? ഭണ്ഡാരപ്പെട്ടിയുണ്ട്. ഭണ്ഡാരപ്പെട്ടിയുണ്ടോ? ജാറുണ്ട്. പണം പണം കൊണ്ട് പണം ഇങ്ങനെ വന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തിൽ ഒരിക്കൽ പെട്ടി തുറക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ, കോടികൾ വരെ ആസ്തിയുള്ള വരുമാനങ്ങളുണ്ട് എന്നാണ് പല മക്കാമിന്റെ ഈ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. GST ഇല്ല, ഇൻകം ടാക്സ് ഇല്ല, നല്ല സുഖമായി കമ്മിറ്റിക്കാർ അടിച്ചു പൊളിക്കുന്നു. അതുകൊണ്ട് കമ്മിറ്റിയിൽ എടുത്തിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഔലിയാക്കന്മാരുടെ നേതാവായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞു. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മാ. 300 കൊല്ലം ഗുഹന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയ മഹാന്മാരായ ഔലിയാക്കന്മാരെ ചരിത്രം പറഞ്ഞിട്ട് അവര് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാണ്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മാ. പടച്ചോനെ, ഞങ്ങളോട് കരുണ കാണിക്കണേ. ഞാൻ ഈ നാട്ടിലെ ഏതെങ്കിലും മനുഷ്യർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാകുന്നുവെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ ഈ സംസാരത്തിന്റെ ഒരു ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുക, ഇനിയും ഇത്തരം ചൂഷണങ്ങളിൽ, ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുന്നവരുണ്ടെങ്കിൽ പല മക്കാമുകളെയും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. മക്ബറകളിൽ വരെ മോഷണം നടക്കുന്നു. അവിടെ നടക്കണ മോഷണം പോലും കൺട്രോൾ ചെയ്യാൻ പാകല്ല. പിന്നല്ലേ നമ്മൾ നഷ്ടപ്പെട്ടത് കിട്ടുക, പിന്നല്ലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുക. ഞാൻ ഉദാഹരണം വായിക്കാം. നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, പെരിങ്ങത്തൂര്. ജില്ല കോഴിക്കോടാ. പെരിങ്ങത്തൂർ. വാർത്ത 996 ജനുവരി മാസം 16-ാം തീയതി ഒരു ചന്ദ്രിക ദിനപത്ര ലീഗിന്റെ പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. പെരിങ്ങത്തൂർ ജുമാഅത്ത് പള്ളിയിൽ ഷെയ്ഖ് അലിയുൽ കൂഫി തങ്ങളുടെ മക്ബറയിൽ ശനിയാഴ്ച രാത്രി മോഷണം നടന്നു. എന്തുണ്ടായത്? 2 ഭണ്ഡാരപ്പെട്ടികളിൽ നിന്നായി സുമാർ 1.5 ലക്ഷത്തിലധികം രൂപ കളവ് പോയതായി പറയുന്നു. കൊണ്ടുപോയി ഇട്ടുകൊടുത്ത പൈസയാണത്, അത് പോയി. മക്ബറയുടെ തെക്കുഭാഗത്തെ വാതിലിന്റെ അടിഭാഗത്തെ പലക നീക്കി വളരെ സമർത്ഥമായാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. പരാതിയെ തുടർന്ന് ചൊക്ലി SI, പാനൂർ CI, തലശ്ശേരി SP തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കുറ്റവാളികളെ പിടികൂടാൻ തീവ്ര ശ്രമം നടത്തി വരികയാണ്. ആര്? ഔലിയാക്കന്മാരല്ല, മക്കാമുള്ള ആൾക്കാരല്ല, പോലീസ്. കണ്ണൂരിൽ നിന്നെത്തിയ രൂപ എന്ന പോലീസ് നായ മണം പിടിച്ച് പല ഭാഗത്തും ഓടിയെങ്കിലും സംശയാസ്പദമായി ആരെയും പിടികിട്ടിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മക്ബറയുടെ പുറത്തെ പെട്ടിയിൽ നിന്ന് കളവ് നടത്തിയിരുന്നു. പുറത്തുനിന്ന് വേറെയും പോയിരുന്നു. എന്നിട്ട് നമ്മളെ വീട്ടിലെ പാദസരം കാണാനല്ല, വാച്ച് കാണാനല്ല, കുട്ടിക്ക് കല്യാണം ശരിയാകണില്ല എന്ന് പറഞ്ഞ് പോണത് എവിടുക്കാം? ആ മക്ബറകളിലേക്കാണ് പോണത്. ഇനി ഒന്നുകൂടി വായിച്ചാരാ. മക്കാമിൽ കള്ളം കയറി. കണ്ണൂര് സിറ്റിയിലെ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരിയുടെ മക്കാമിൽ കള്ളം കയറി ഭണ്ഡാരം പൊളിച്ച് 25,000 രൂപയോളം കവർന്നു. മലബാറിൽ പ്രസിദ്ധമായ മക്കാമുകളിൽ ഒന്നാണിത്. മക്കാമിനോടനുബന്ധിച്ച് വിശ്രമ മുറിയുടെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി മച്ചിൽ പുറത്തുകൂടെ മൗലയുടെ ജാറം സ്ഥിതി ചെയ്യുന്ന മുറിയിലേക്ക് കയറ് കെട്ടി ഇറങ്ങിയാണ് ഭണ്ഡാരം പൊളിച്ചതെന്ന് സംശയിക്കുന്നു. ക്ലിയർ അല്ല. വിശ്രമ മുറിയുടെ പൂട്ട് പൊളിച്ച നിലയിലാണ് കയർ കെട്ടി തൂക്കിയതായും കാണുന്നുണ്ട്. നല്ല കള്ളന, ചെളിവൊക്കെ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. മലയാള മനോരമ 997 മാർച്ച് 4. എത്ര വാർത്തകളുണ്ട്. ഇനി ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഈ ജാറങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടാവില്ലല്ലേ? പോയ ആളുകളോട് ചോദിച്ചൊക്കെ എൻ്റെ പുറത്തൊരു ബോർഡ് ഉണ്ടാകും. സ്ത്രീകൾ, നിങ്ങളുടെ വിലപ്പെട്ട ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് സൂക്ഷിക്കുക. അത് പോയ നമ്മൾ ഉത്തരവാദിയല്ല. വേറെ ചിലപ്പോൾ എഴുതിണ്ടാവും, പുറത്ത് എഴുതിണ്ടാവും, ഈ മക്ബറയും പരിസരവും CCTV നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞില്ലേ? യാതൊരു വകുപ്പില്ലാണ്ടാണ് ഈ സാധുക്കൾക്ക് എന്നാ പറയണ പോരിഷണം. ഞാൻ വായിക്കാൻ സമയമല്ല. ഓരോ പത്ര കട്ടിങ്ങളിൽ അവിടെ കൊടുത്ത കറാമത്ത് കഥ, പേവശവാദം മാറ്റിത്തരും, നിങ്ങളെ ഏത് ടെക്നോളജി കണ്ടെത്താത്ത രോഗം മാറ്റിത്തരും എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഒരു പാകമില്ലാതെ കിടക്കാണ്. ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ പടച്ച റബ്ബ് നൽകിയിട്ടുള്ള മഹത്തരമായ ഈ സന്ദേശത്തെ നമ്മൾ പഠിക്കാൻ ഇനി സന്നദ്ധരായില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടും.
സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടുന്ന രംഗം വന്ന സമയത്ത് എത്ര എതിർപ്പായി, ഇതൊക്കെ മഹാപിഴവാണ്, അവരെങ്ങും അങ്ങനെ പോകാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല, ഹറാമിന്റെ ഫത്വ കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു. ഇന്നൊന്നും ഇങ്ങനെ യാത്ര പോട്ടെ, കോഴിക്കോട്ട് നിന്ന് അങ്ങനെ പോട്ടെ, അങ്ങോട്ട് പാലക്കാട് മലപ്പുറം വരെ പോയി നോക്കിയും ഇടക്കിടക്ക് ബോർഡ് കാണാം, പുട്ടിന് തേങ്ങിടുന്ന പോലെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം. എവിടുന്നത് വന്ന്? ഇനി ശ്രദ്ധിച്ചോളിട്ട് അടുത്ത വാക്ക്, മക്ബറകളിൽ ചെന്ന് നോക്ക്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവൂല യാത്രക്കാരായ സ്ത്രീകൾക്ക് പണമിടാനുള്ള സ്ഥലം ഉണ്ടാവൂല. അവിടെ ഒറ്റ ബോർഡ് ഉണ്ടാവുള്ളൂ, സ്ത്രീകൾക്ക് പണമിടാനുള്ള സ്ഥലം. അവിടെ യാത്രക്കാർ വന്നാൽ മുതലാവൂല, എല്ലാവരെയൊക്കെ കിട്ടണം. ഇനിയെങ്കിലും ഞാൻ എത്ര പറഞ്ഞു, ഇനിയെങ്കിലും പടച്ചോന് എന്താണ് ഈ പറയണത്, വല്ലതും ഉണ്ടോ? ഇത് ചിന്തിക്കേണ്ടതുണ്ടോ? ആര് പ്രസ്ഥാനം ആരോ ആകട്ടെ, പണ്ഡിതനാരോ ആകട്ടെ, സംസാരിക്കുന്ന ആരോ ആകട്ടെ, വിഷയം എന്താണ്, കാര്യം എന്താണ്, പറഞ്ഞ കണ്ടന്റ് എന്താണ്, ആർക്കു വേണ്ടിയാണ് എൻ്റെ സുഹൃത്തുക്കളെ? അവനവന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ? ഈ ലോകത്തുനിന്ന് അവസാനമായി വിട പറഞ്ഞു പോകുന്ന ഒരു രംഗം നമുക്കൊക്കെ വരുമ്പോ സംഘടനയുടെ നേതാക്കന്മാര് വരാനുണ്ടോ? രാഷ്ട്രീയ പൗരന്മാര് വരാനുണ്ടോ? ഭരണാധികാരികൾ വരാനുണ്ടോ? സമ്പത്ത് വരാനുണ്ടോ? ആരുമാരും കൂടെ പോരാനില്ലാത്തൊരു ദിവസം വരാനില്ലേ? എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ലല്ലോ, ഹലക അന്നീ സുൽത്താനിയ, എന്റെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടുവല്ലോ എന്നോർത്ത് വിലപിക്കാനല്ലാതെ 3 കഷ്ണം തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് ഖബർസ്ഥാനിലേക്ക് ഒരു യാത്ര കൊണ്ടുപോയി വെക്കാനുള്ള ഒരു ദിവസമുണ്ട്. തസവ്വദ് മിനത്ത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈ മനുഷ്യരെ, ഇന്ന് രാത്രി ആലോചിക്കണം, നാളെ നേരം വെളുക്കുമ്പോ നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. എത്രയോ മനുഷ്യന്മാർ അവസാനമായി ആ ഉറങ്ങിയ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാതെ ഭാര്യയുടെ ചൂടേറ്റ് കടന്ന കിടപ്പറയിൽ അവസാനത്തെ രാത്രികൾ കടന്നു പോയിട്ടുണ്ട്. എണീക്കുമ്പോ ജീവനോടെ കിട്ടാത്ത എത്ര ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ട്. നാളെ രാവിലെ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഇന്നു രാത്രി ഉറച്ച തീരുമാനമെടുത്തോ, തക്കവുണ്ടാക്കിക്കോ. എത്ര യുവതികളാണ്, യുവാക്കളാണ് അവർ വിനോദത്തിലായി, ഉല്ലാസത്തിലായി, കമാൻഡുകളിലായി, തമാശകളിലായി നടക്കുകയാണ്. അങ്ങാടിയിലെ ടെക്സ്റ്റൈൽസിൽ കുളിപ്പിക്കാനുള്ള കിറ്റ് റെഡിയാണ്, കഫൻ പുടവ റെഡിയാണ്, അങ്ങാടിയിലെ പള്ളികളിൽ ഖബർസ്ഥാനുകളിൽ ഖബർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിക്കാത്ത ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, നമുക്ക് പഠിക്കാൻ ഏറെയുണ്ട്. ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമായി, നമ്മുടെ കർമ്മങ്ങൾ മാത്രമായി, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ വ്യക്തിജീവിതം, നമ്മുടെ സാമ്പത്തിക മേഖല എല്ലാമായി നമ്മളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അങ്ങാടിയിലെ വിവിധങ്ങളായ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുള്ള വക്താക്കളെ, ഈ പൊങ്ങച്ചം കാണിക്കലും, ഈ വീമ്പ് പറച്ചിലും, ഈ എതിർക്കലും, ഈ തോൽപ്പിക്കലും, ഈ ശക്തി കാണിക്കലും ഒക്കെ, പരസ്പരം പെരുമ നടിക്കലൊക്കെ ഖബറിലേക്ക് എത്തുന്ന വരെയുള്ളൂ. 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും പ്രാർത്ഥനയോടെ, സങ്കടത്തോടെ തിരിച്ചു പോരുകയാണ്. ഭാര്യ ഇറങ്ങി വരാനില്ല, മക്കൾ ഇറങ്ങി വരാനില്ല. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യിത്ത് എന്ന പേരു മാത്രമാകുമേ. നമ്മൾ മരിച്ചാൽ കുളിപ്പിച്ച് കിടക്കുന്നതിന് മുമ്പ് മക്കൾ ചോദിക്കും, മയ്യിത്ത് എടുക്കല്ലേ? കൊണ്ടുപോകാൻ നേരത്തെ ചോദിക്കും, മക്കൾ ചോദിക്കും, മയ്യിത്ത് എടുക്കല്ലേ? കുളിപ്പിക്കേണ്ട കഴിഞ്ഞില്ലേ? ബാപ്പ എന്ന പേര് മാറി, ഉമ്മ എന്ന പേര് മാറി, മയ്യിത്ത് എന്ന പേരിലേക്ക് നമ്മളെ വിളിക്കുന്ന ഒരു ദിവസം വരാണ്ട്. കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും പോരുമ്പോ നമുക്ക് നമ്മുടേതായ സ്വന്തം കർമ്മഫലങ്ങൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്. എത്ര കൊല്ലം കടന്നാലും അമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ആ ഖബറിലാണ് നമ്മുടെ താവളം. അത് കഴിഞ്ഞ് ആകാശലോകത്ത് നിന്നാന്റെ തീരുമാനമുണ്ടായി. വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിലാണ് ഊതിക്കഴിഞ്ഞ ആശ്മശാനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നൊരു ദിവസം വരാനുണ്ട്. വിചാരണയുടെ ഒരു ലോകം വരാനുണ്ട്.
കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ തൊട്ടു താഴെയായി നരകത്തിന്റെ ചൂടേറിയ ഭാഗത്തിന്റെ അപ്പുറത്തുള്ള ആ സമയത്ത് വിചാരണ. അവിടെയാണ് ഒരു ചെറുപ്പക്കാരന് അള്ളാന്റെ തണലിട്ട് കൊടുക്കുന്നു. എന്താ കാരണം? അള്ളാനെ ഇബാദത്ത് ചെയ്ത് ദഅവത്തിലായി ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രയത്നിച്ച ചെറുപ്പക്കാരനാണ്. പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിക്കപ്പെട്ടവരാണ്. ഗവിദിനഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഉറൂസുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. പള്ളിയിലെ ജമാഅത്തിന് എത്ര പേരുണ്ട്? സുബഹിന്റെ ജമാഅത്തിന് മഹല്ലിൽ എത്ര പേരുണ്ട്? ദിനേന നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിൽ എത്ര ആളുകളാണ് പങ്കെടുക്കാറുള്ളത്? അള്ളാന്റെ അടുത്ത് പരലോകത്ത് രക്ഷപ്പെടുകയാണ് പള്ളികളുമായി ബന്ധമുള്ളയാൾ. ആ നരകത്തിന്റെ അവസ്ഥ കൊണ്ടുവരപ്പെടുകയാണ്. അന്നവൻ വിലപിച്ചു പറയും, എത്രയഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. ദുനിയാവിന്റെ ലോകത്ത് ഞാൻ നന്നായി പ്രയത്നിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നു. ഞാൻ എന്തു ചെയ്യാനാണ്? വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. നരകം ഇങ്ങനെ കൊണ്ടുവരപ്പെടുകയാണ്. പല കാരണങ്ങൾ പറഞ്ഞ് നരകത്തിലെത്തിയ ആളുകളുണ്ട്. ചിലർ പറയുകയാണ്, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ചെറുപ്പക്കാരെ, ചില നരകത്തിന്റെ മുമ്പിൽ വന്നു പറയാണ്, ഇന്നാലിന്ന ചങ്ങാതിയെ ഞാൻ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നേനേ. അവൻ പറഞ്ഞിട്ടാ സിഗരറ്റ് വലിച്ച്, അവൻ പറഞ്ഞിട്ടാ ചുണ്ടിനടിയിലേക്ക് ക്യാൻസർ ബാഗ് തിരികെ വെച്ചത്, അവൻ പറഞ്ഞിട്ടാണ് റമ്മി കളിച്ചും ചൂതാട്ടത്തിന്റെ കേന്ദ്രങ്ങൾ തേടിയും ഡേറ്റ് ആപ്പുകൾ തേടിയും ചാറ്റിങ്ങും ചീറ്റിങ്ങുമായി ഒക്കെ നടന്നത്. കൂട്ടുകാരന് വേണ്ടിയിട്ടായിരുന്നു. അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുമായിരുന്നു. വേറെ ചിലർ പറയുകയാണ്, ഞങ്ങള് ഇവിടെ എത്തേണ്ട മനുഷ്യരല്ല, ഞങ്ങൾ ഇവിടെ എത്താനുള്ള കാരണം എന്താ? റബ്ബനാ ഇന്നാ അത്വഇനാ സാദതനാ വകുബറാനാ. ഞങ്ങളുടെ നാട്ടിലെ സാദാതീങ്ങളെ കുബറാക്കന്മാരെ ഞങ്ങൾ അനുസരിച്ചു പോയി. ഫാദല്ലൂന സബീല. അന്ധമായി അവര് പറയുന്നതാ ദീനെ. അവരുടെ വേഷവും അവരുടെ കാട്ടിക്കൂട്ടലുകളും ഒക്കെ കാണുമ്പോൾ ഇത് തന്നെയാണ് ദീനെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഫാദല്ലൂന സബീല. ഖുർആൻ പറയുകയാണ്, അവര് ഞങ്ങളെ പഴപ്പിച്ചു പോയല്ലോ പടച്ചോനെ, ഞങ്ങളാകെ പെട്ടുപോയല്ലോ ഈ നരകത്തിൽ. റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ്. റബ്ബേ, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ. വലിയ ശാപത്തിനിരയാക്കണം. ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചത്. ഞങ്ങളെ കാലിന്റെ ചോട്ടിൽ ഞങ്ങളെ പിഴപ്പിച്ച ആളുകളെ ഒന്ന് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിക്കുന്ന രംഗം വരാനുണ്ട്. വേറെ ചിലർ പറയാണ്, ഞങ്ങളവിടെ വാഴൊക്കെ നടന്നിരുന്നു, തസ്ഫിയകൾ നടക്കുന്നു, കോൺഫറൻസ് നടക്കുന്നു, ഖുർആൻ സമ്മേളനങ്ങൾ നടക്കുന്നു, ഹദീസ് സമ്മേളനങ്ങൾ നടക്കുന്നു, ഫാമിലി കോൺഫറൻസുകൾ നടക്കുന്നു. നമ്മൾ കേട്ടില്ല. കേട്ടാൽ പിഴക്കുമെന്ന് ആരൊക്കെയോ പഠിപ്പിച്ചു. ചിന്തിച്ചില്ല. ചിന്തിക്കാനൊക്കെ ആർക്കൊക്കെ വരും. ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുക. നമ്മളൊന്നും ചിന്തിക്കണില്ല. നരകത്തിന്റെ മുമ്പിലേക്ക് തഗയ്യുലം വസഫീറ, ഗർജനത്തോടെ വലിയ ശബ്ദത്തോടെ നരകം കൊണ്ടുവരപ്പെടും. അന്നവൻ മനസ്സിലാകും താനൊരു നരകാവകാശിയാണ്. ആ സമയത്തവൻ പറയുമത്രേ, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ചിന്തിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിൽ വീഴൂലായിരുന്നു. ഇത് പരലോകത്ത് പറയാതിരിക്കാനാണ് തസ്ഫിയ. ബേപ്പൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ഓരോ ശാഖക്കാരും ചിന്തിക്കേണ്ടത്, നമ്മുടെ ശബ്ദം എത്താത്ത പ്രദേശങ്ങളുണ്ട്. നാട്ടിൽ നടക്കുന്ന ദീനീ രംഗത്തേക്ക്, ഖുർആനിന്റെ പഠന സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്ര പേർ സജീവമായി എത്താറുണ്ട്? കുടുംബസമേതം നമ്മൾ അവിടെ ആരൊക്കെ വരാറുണ്ട്? മക്കൾക്ക് വേണ്ടി, കൗമാരക്കാരായ മക്കൾക്കുള്ള ഏറ്റവും നല്ല ദിശാബോധം നൽകുന്ന, ഉൾക്കാഴ്ച നൽകുന്ന CRE പഠന സംവിധാനങ്ങളിൽ നമ്മുടെ എത്ര മക്കൾ പങ്കെടുക്കാറുണ്ട്? പീസ് റേഡിയോ 24 മണിക്കൂർ 52ഓളം പ്രഭാഷകന്മാരുടെ നീണ്ടു കിടക്കുന്ന വിജ്ഞാനങ്ങളെല്ലാം കിടക്കുമ്പോ ഒന്ന് ഓണാക്കി നോക്കി ചെവിയിൽ വെക്കാൻ നമുക്കെന്ത് താമസമാണ് പറയാനുള്ളത്? ജമീൽ ആപ്പ് എന്ന വീഡിയോ കണ്ടുകൊണ്ട് ഇസ്ലാമിക കർമാനുഷ്ഠാനങ്ങൾ പഠിക്കാനുള്ള യൂട്യൂബിന്റെ മാലിന്യങ്ങളില്ലാതെ
കണ്ടുപഠിക്കാനുള്ള ജമീൽ ആപ്പ് നമ്മുടെ കൈകളിലുണ്ടോ? നേർപ്പദം വാരിക തുറന്ന് വായിച്ച് വീട്ടുകാർക്ക് ഉപകരിക്കുന്ന അറിവിന്റെ വിജ്ഞാനത്തിന്റെ പേജുകളുണ്ട്. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? അമാനി തഫ്സീറിന്റെ വിശദീകരണങ്ങൾ വായിക്കാൻ ആയിരക്കണക്കിന് രൂപ ചെലവില്ല മൊബൈൽ ഫോണിൽ അമാനി തഫ്സീറിന്റെ ആപ്പുകളുണ്ട്. രാവിലെ മുതൽ രാത്രി വരെയുള്ള ദിക്റുകളും പ്രാർത്ഥനകളും അടങ്ങുന്ന അദ്കാറുകൾ ജമീൽ ആപ്പിന്റെ ഉള്ളിലുണ്ട്. നിസ്കാരത്തിലെ മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകളുണ്ട്. ഓരോ രോഗിന്റെ അടുത്ത് ചെല്ലുമ്പോഴുള്ള പ്രാർത്ഥനകളുണ്ട്. സദസ്സിൽ പിരിയുമ്പോഴുള്ള പ്രാർത്ഥനകളുണ്ട്. എല്ലാം ഇന്ന് ഒരു വിരൽ തുമ്പിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ കേട്ടിരുന്നെങ്കിൽ, ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ നരകത്തിൽ വീഴൂലായിരുന്നു എന്ന് വിലപിക്കുന്ന മനുഷ്യർ അവസാനം പറയാ ഫഅ്തറഫൂ ബിദംബിഹിം ഫസുഹ്കൻ ലിഅസ്ഹാബിസ് സഈർ. കുറ്റങ്ങളൊക്കെ സമ്മതിച്ച് നരകത്തിലേക്ക് വെന്തരിയുന്ന അവസ്ഥയിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുകയാണ്. തിളച്ചുമറിയുകയാണ്. 69 ഇരട്ടി ചൂടാണ്. തൊലി ഇങ്ങനെ വെന്തരിയുകയാണ്. പുതിയ തോല് കൊടുക്കുകയാണ്. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ജീവിതമില്ല, സുഖജീവിതമില്ല. വലാ യമൂതു, അവർ മരിക്കുകയുമില്ല. മരിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും, മരിക്കൂല. ഈ ലോകത്തെ ഇത് ഹക്കാണ്, സത്യമാണെന്ന് വിശുദ്ധ വചനങ്ങൾ അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ സംശയിക്കാതെ ധൈര്യസമേതം വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് സ്വർഗത്തിന്റെ വാതായനങ്ങൾ കടക്കാൻ, അവിടെ എത്താൻ നിരന്തരമായ പരിശ്രമവും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. യുവജന സമ്മേളനം നമുക്ക് വിജയിപ്പിക്കണം. അള്ളാഹുവിൻ്റെ ദീനിന്റെ സംരക്ഷകരാകാൻ നമ്മൾ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട് കൂടെ ഉണ്ടാവണം. നമ്മുടെ ഇന്ന് കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഈ സദസ്സിലെത്താൻ ആഗ്രഹിച്ച, കൊതിച്ച ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നവരുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് ശിഫ പ്രദാനം ചെയ്യണമേ. ഇതിനുവേണ്ടി അധ്വാനിച്ച ദിവസങ്ങളുടെ പ്രയത്നങ്ങൾ ചെയ്ത ഇവിടുത്തെ സംഘാടകരെ അള്ളാഹുവേ, അവർക്ക് തക്കതായ പ്രതിഫലം നൽകണമേ. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഇവിടെ ആദർശ സഹോദരങ്ങളായ എല്ലാ മനുഷ്യർക്കും അള്ളാഹുവേ, നീ അതൊരു വലിയ നന്മയായി കബൂൽ ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ഒരു സംവിധാനത്തിന് വേണ്ടി, ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് സ്ഥലവും അനുബന്ധമായ സൗകര്യങ്ങളും ഒക്കെ നൽകിയ വിശാല മനസ്സിൻ്റെ ആ ഉടമക്ക് അള്ളാഹു ഖൈറും ബറക്കാത്തും നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള നന്മകൾക്ക് ഇനിയും സഹകരിക്കുമെന്ന വലിയ പ്രതീക്ഷയോടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണമേ. ഈ സദസ്സിൽ അവസാനം വരെ അങ്ങാടിയിലും പരിസരങ്ങളിലുമൊക്കെ മാറി നിന്നുകൊണ്ടൊക്കെ ഇത് ശ്രദ്ധിച്ചവരോടൊക്കെ ഞാൻ സംസാരിച്ച എൻ്റെ വിഷയങ്ങൾ മതപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ബേപ്പൂർ മണ്ഡലത്തിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെടാനും, പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് വിസ്ഡം ബുക്സ് നമ്മുടെ കൈകളിലുണ്ട്. തെളിവുകൾ ആവശ്യമുള്ളവർക്ക്, വീഡിയോ വേണ്ടവർ, ഓഡിയോ വേണ്ടവർ, എന്ത് വേണമെങ്കിലും ഇൻഷാ അല്ലാഹ് ഹക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, ദലീലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അന്വേഷിക്കാവുന്നതാണ്. അള്ളാഹു ഹക്ക് മനസ്സിലാക്കിയത് ഹിദായത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഇഹ്ഫദിൽ മസ്ജിദിൽ അഖ്സ. അല്ലാഹുമ്മ അഗ്ഹിസ് ബി അഹ്ലി ഫലസ്തീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅഅദാഅ الدين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تخزنا يوم القيامة. ربنا آمنا فاكتبنا مع الشاهدين. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.